പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രലോഭനങ്ങളിൽ പൊലിയുന്ന യൗവനങ്ങൾ എന്ന ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആദരണീയരായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ക്ലാസ് റൂമിൽ സംസാരിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കാലിക പ്രസക്തമായ ഒരു ചർച്ചാ വിഷയമാണ് ഇത്. പ്രലോഭനങ്ങളിൽ പൊലിയുന്ന യൗവനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുക എന്ന ബലഹീനത നമ്മുടെ സമൂഹത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പറയാനോ കേൾപ്പിക്കാനോ ശ്രമിച്ചാലും കേട്ട് തഴങ്ങിയതുകൊണ്ട് പണ്ട് കാലത്ത് ഓർക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കിന്ന് നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊലപാതകം ഒരു പ്രശ്നമല്ലാത്ത കാലം, ആരും ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന പ്രകൃതം, മദ്യവും മയക്കുമരുന്നും വിവേകവും ബുദ്ധിയും പൂർണ്ണമായി നഷ്ടപ്പെടുത്തുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും മടി കാണിക്കാത്ത ഒരു പുതിയ സമൂഹമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നേരത്തെ ഈ സമൂഹത്തോട് പറഞ്ഞതുപോലെ അന്ത്യനാൾ ആഗതമാകുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് സംഭവിച്ചേക്കാവുന്ന പല മാറ്റങ്ങളും അവിടുന്ന് 15ഓളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയുണ്ടായി. അന്ന് പറഞ്ഞത് കൊലപാതകം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് കൊന്നവനും എന്തിനാണ് താൻ കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു സാഹചര്യം, പൂർണ്ണമായും നിരപരാധികളെ വധിക്കുന്ന അവസ്ഥ. ഇത് ബോംബ് കൊണ്ടും വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടുമെല്ലാം ശത്രുക്കളെയും താൻ ഇഷ്ടപ്പെടാത്തവരെയും കൊല്ലുകയും അല്ലെങ്കിൽ ആരോടോ ഉള്ള ശത്രുത തീർക്കാൻ വേണ്ടി നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇപ്പോൾ കൊലപാതകത്തിന്റെ ശൈലി പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ആളുകള് കൊല ചെയ്യേണ്ടവനെ ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിച്ച് പ്രലോഭിപ്പിച്ച് വശത്താക്കിയിട്ട് അവനിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ഊറ്റിയെടുത്ത് അവസാനം മൃഗീയമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രലോഭനങ്ങൾക്ക് ഏറ്റവും വഴങ്ങുന്നത് താരതമ്യേന ദുർബല മനസ്സുള്ള സ്ത്രീകളാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത പെൺകുട്ടികൾ വല്ലാതെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ജീവിത ചുറ്റുപാടുകൾ മനുഷ്യന് ധാരാളം സ്വകാര്യ നിമിഷങ്ങളെ നേടിക്കൊടുക്കുകയും ആരും ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ
ഏത് തെറ്റും ചെയ്യാൻ മനുഷ്യൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന പുതിയ അവസ്ഥ സത്യത്തിൽ നമ്മുടെ സമൂഹത്തെ നാൾക്ക് നാൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നിന്ന് പെരുമണ്ണാമൊഴി സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി നാം പത്രത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും മാത്രമല്ല സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പണസമ്പാദനത്തിന് വേണ്ടി വേശ്യാവൃത്തിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥ നാം ഇന്ന് കേൾക്കുകയും കാണുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഇങ്ങനെ ഒരു ചർച്ച നമ്മുടെ ക്ലാസ് റൂമിൽ ആരംഭിച്ചതിന്റെ ശേഷം പുതിയൊരു വിവരം കിട്ടിയത് ഇന്ന് ഉണ്ടായ ഒരു സംഭവം. കോട്ടയം ജില്ലയിലെ 25-കാരിയായ സ്കൂൾ അധ്യാപിക കോട്ടയം ജില്ലയിലെ 25-കാരിയായ ഒരു സ്കൂൾ അധ്യാപിക തന്റെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കൂടെ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, 25-കാരിയായ ഇന്ദു എന്ന അധ്യാപിക തന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 14 15 വയസ്സ് പ്രായമുണ്ടാവും. അപ്പോ ഈ അധ്യാപികയേക്കാൾ 10 വയസ്സ് പ്രായക്കുറവുള്ള തന്റെ സ്വന്തം വിദ്യാർത്ഥിയുടെ കൂടെ 3 ദിവസം മുമ്പ് കോട്ടയത്ത് നിന്ന് ഒളിച്ചോടിയിട്ട് ഇന്ന് കൊച്ചിയിൽ നിന്ന് അവരെ പോലീസ് പിടികൂടുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഓർത്തു നോക്ക്, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം, ആണും പെണ്ണും തമ്മിലുണ്ടായിരുന്ന ആദരവിന്റെ ബന്ധം, സമൂഹത്തിലെ ആളുകൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹവിശ്വാസങ്ങളുടെ ബന്ധം എല്ലാം നാൾക്കുനാൾ തകർന്നടിഞ്ഞ് വെറും ഒറ്റ ദിവസത്തെ സുഖഭോഗത്തിനു വേണ്ടി മനുഷ്യൻ വലിയൊരു ജീവിതത്തെ ഹോമിക്കുന്ന അവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ നാം ഏറെ കണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പത്ര പ്രസിദ്ധീകരണങ്ങളിലും മറ്റു വാർത്താ മീഡിയകളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്നൊരു വാർത്ത കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരിയെ കുറിച്ചാണ്. കണ്ണൂരിലെ ചെറുപ്പക്കാരി തന്റെ സമീപത്ത് ജോലിക്ക് വന്ന അന്യ സംസ്ഥാനക്കാരന്റെ കൂടെ ഒളിച്ചോടിയിട്ട് മഞ്ഞപ്പിത്തവുമായി തിരിച്ചു വന്ന കഥ ഒരു ഗൾഫുകാരന്റെ ഭാര്യ. അതിന്റെ പിന്നാലെ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് എന്താണ്? 13-കാരിയായ പെൺകുട്ടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ബംഗാളി സ്വദേശിയുടെ കൂടെ ഒളിച്ചോടി. പശ്ചിമ ബംഗാളിൽ നിന്ന് പോലീസ് ഇന്നലെ അവരെ കണ്ടെത്തുകയും ചെയ്തു. 13-കാരിയായ പെൺകുട്ടി. നിങ്ങൾ ഓർത്തു നോക്കൂ, പ്രായം ഇന്ന് യാതൊരു പ്രശ്നവുമല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിലെ ചില സുഖങ്ങൾ നുണയുന്നതിന് വേണ്ടി ആരെയും ധിക്കരിച്ച് യാതൊരു പേടിയുമില്ലാതെ അപരിചിതരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മടിക്കാത്ത പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് വളരെ ഭീതിയോടെയാണ് നാം കാണേണ്ടത്. ഇപ്പോ പെൺകുട്ടികളുടെ കേൾക്കണില്ലേ? മൈക്ക് പോയോ? ഹലോ, കേൾക്കണില്ലേ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ 2 രീതിയിലാണ് നാം നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഒരു ഭാഗത്ത് പെണ്ണായി പിറന്നതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കപ്പെടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ജനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുകയാണ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഗർഭാശയത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തി ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിക്കുന്ന അപകടകരമായ സാഹചര്യം ഇന്ത്യ രാജ്യത്തെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ആൺ പെൺ അനുപാതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയ കണക്ക്. 1000 ആൺകുട്ടികൾക്ക് 900-ലധികം പെൺകുട്ടികൾ മാത്രമാണ് ഇന്ന് ആ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളത്. വരും ഭാവിയിൽ
വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണിത്. മാത്രമല്ല, ഉള്ളവർ തന്നെ ഒളിച്ചോടുകയും അന്യന്റെ കൂടെ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും പെൺകുട്ടികളുടെ എണ്ണം സമൂഹത്തിൽ കുറഞ്ഞു വരികയും ചെയ്താൽ മാനവ സമൂഹത്തിന്റെ വംശ നിലനിൽപ്പിന് നാം മറുവഴി തേടേണ്ടി വരുമോ എന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിത സുഖത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ചുകൊണ്ട് പെണ്ണിനെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയും ആ പെണ്ണ് സ്വാതന്ത്ര്യത്തെ, ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ കാലത്ത് സജീവമായി ഉണ്ട്. അത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയുന്ന ആളുകൾ, ആണായാലും പെണ്ണായാലും, ഇവിടെ നടക്കുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദികൾ ആരൊക്കെയാണ്? അപകടങ്ങൾക്ക് ഉത്തരവാദി ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സുഹൃത്ത് ഇവിടെ എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം ഇവിടെ ടെക്സ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവിടെ കുറ്റപ്പെടുത്തലല്ല, നേരെ മറിച്ച് സമൂഹത്തില് നേരത്തെ വളരെ ലജ്ജയും ഭീതിയും എല്ലാം ഉണ്ടായിരുന്ന പെൺ വിഭാഗത്തിന് വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന് ലഭിച്ചു എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുറെ ആശ്വാസകരമായ ഒരു ന്യൂസ് ഇന്നത്തെ പത്രത്തിലുണ്ട്. അതെന്താ? ശിക്ഷിക്കപ്പെടുന്ന വനിതകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് കേരളത്തിലെ പല ജയിലുകളിലും വനിതാ സെല്ലുകൾ അടച്ചുപൂട്ടുകയാണെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ നന്നായി എന്നല്ല. ആണുങ്ങളും തെറ്റ് ചെയ്യുന്നു, പെണ്ണുങ്ങളും തെറ്റ് ചെയ്യുന്നു. സമൂഹത്തിന്റെ രണ്ട് ഭാഗങ്ങളാണിത്. പക്ഷെ ഇവിടെ അച്ചടക്ക വ്യവസ്ഥയെ മുന്നോട്ട് വെക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സർവജനീനമായ ഈ മതത്തിന്, ഈ പരിശുദ്ധമായ മതത്തിന് അച്ചടക്ക നിയമങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. ഈ മതം അങ്ങനെയാണ് നേരത്തെ പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പെണ്ണിന്റെ അച്ചടക്കം നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടറിയാത്ത നമ്മുടെ സമൂഹം ഇന്നത് കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നിയമങ്ങളുണ്ട്. തെറ്റുകുറ്റങ്ങളെ നിയന്ത്രിക്കാനും ഇല്ലാതെയാക്കാനും ആവശ്യമായ പുതിയ പുതിയ നിയമങ്ങൾ അതത് സമയത്ത് നമ്മുടെ ലെജിസ്ലേച്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിയമസഭകളിലൂടെ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം എന്നും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കേരളത്തിൽ തന്നെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നു. ഗോവിന്ദച്ചാമിയെ നമ്മുടെ ജുഡീഷ്യറി ശിക്ഷിച്ചു. അയാളെ ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ കൊണ്ടുപോയപ്പോ ശിക്ഷ എന്നാണ് നമ്മളതിനെ പേര് വിളിക്കാറുള്ളത്. പക്ഷേ 47 കിലോ മാത്രം തൂക്കമുണ്ടായിരുന്ന ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ 62 കിലോയോളമായിരുന്നു അദ്ദേഹത്തിന്റെ തൂക്കം എന്ന് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തിനാണ് നമ്മുടെ രാജ്യത്തെ ജയിലുകൾ? എന്താണ് നമ്മുടെ രാജ്യത്തെ ശിക്ഷാ നിയമം കൊണ്ട് സമൂഹത്തിന് കിട്ടുന്നത്? ഇവിടെയാണ് ഇസ്ലാമികമായ ശിക്ഷാ നിയമങ്ങളുടെയും ജുഡീഷ്യറിയുടെ കാര്യത്തിൽ മതത്തിന്റെ കാഴ്ചപ്പാടിന്റെയും പ്രസക്തി നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ തത്വങ്ങളെ അനുഭവിച്ചറിയാൻ ഇപ്പോൾ മനുഷ്യൻ കൊതിക്കുന്നു എന്നൊരു സത്യമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ ഇസ്ലാമിക തത്വങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇവിടെ. ഈ അടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ധനമന്ത്രി ചിദംബരം പറഞ്ഞു, ബാങ്കുകൾ പുതിയ ശൈലികൾ പരീക്ഷിക്കണമെന്ന്. പരമ്പരാഗത ശൈലികളിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യ രാജ്യത്ത് പുതിയ ബാങ്കുകൾ വരുമ്പോൾ ആ ബാങ്കുകൾ പുതിയ ശൈലി പരിശീലിക്കണം എന്ന് ചിദംബരം പറഞ്ഞതിന്റെ അർത്ഥം
ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പലിശരഹിത ബാങ്കുകളെ പരീക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് മതവുമായി ചേർത്ത് പറയുമ്പോൾ അത് ദഹിക്കുകയും സഹിക്കുകയും ചെയ്യാത്ത ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ രീതി പരീക്ഷിക്കണമെന്ന ചിന്താഗതി രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധന്മാരിൽ നിന്ന് ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അതുപോലെ ഓരോ മേഖലകളും പരിശോധിച്ചാൽ നമ്മുടെ നാടിന്റെ സമാധാനത്തിന്, രാജ്യത്തിന്റെ സമാധാനത്തിന്, സമൂഹത്തിന്റെ ഭദ്രതക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, പെണ്ണിനെ മതം അടുക്കള ജോലിക്കാരിയാക്കി മാറ്റി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച വലിയൊരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ പെണ്ണിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഈ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുക? അത് നേരത്തെ നാം ചിന്തിച്ചതായിരുന്നു, ഇപ്പോൾ നാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പെണ്ണിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ട് ഈ സമൂഹം അനുഭവിക്കുന്നത് എന്തൊക്കെ കഷ്ടതകളാണ്, എന്തൊക്കെ വേദനകളാണ്. സത്യത്തിൽ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഈ അടുത്ത് കൊണ്ടുവന്ന ഒരു നിയമം ഞാൻ വായിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ ഒരു ഭാഗത്ത്, ആ പ്രവിശ്യ ഞാൻ ഓർക്കുന്നില്ല, അവിടെ അല്പവസ്ത്രധാരിണികളായ സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അല്പവസ്ത്രം ധരിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ പോലീസ് ഫൈനിടും. ചൈനയിലാണത്. ഇത് ചൈന എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ആ രാജ്യത്തിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് ചേർത്തി വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ നിയമത്തിനെതിരെ ആരും ഉറഞ്ഞു തുള്ളിയില്ല. അതേ സ്ഥാനത്ത് ഇസ്ലാം എന്ന ഒരു പേര് ഒരു തത്വത്തിന്റെയോ നിയമത്തിന്റെയോ മുന്നിലുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പ്രസക്തിയും ഭംഗിയും നോക്കാതെ ആ പേരിനെ മാത്രം നോക്കി കൊഞ്ഞനം കാട്ടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ന് നന്നായി ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളും ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ തത്വങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഇത്തരം ധൈര്യം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും നേടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടാനുള്ള ധൈര്യം കുട്ടികൾക്ക് നേടിക്കൊടുത്തത്, സെക്സ് റാക്കറ്റിന്റെ കൂടെ പോകാനുള്ള ധൈര്യം നേടിക്കൊടുത്തത്, മാത്രമല്ല അത് അരുതാത്തതെന്തും എത്ര ധൈര്യത്തോടെയും ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടായത് എവിടുന്നാണ്? ഇന്ന് വിദ്യാലയങ്ങളുടെ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളെ, ഷോപ്പുകളെ സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ UP തലങ്ങളിൽ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഡൽഹിയിലോ മുംബൈയിലോ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഒരു പാർട്ടി കൂടുകയാണ്. ഒരു റൂമെടുത്ത്, ഒരു ഹോട്ടലിൽ റൂമെടുത്ത് പാർട്ടി കൂടുകയാണ്. രഹസ്യ വിവരം കിട്ടിയിട്ട് പോലീസ് കയറി റെയ്ഡ് ചെയ്തപ്പോ ആ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യം കുടിച്ച് നൃത്തം ചെയ്യുന്നതാണ് കണ്ടത്. നിങ്ങൾ ഓർത്തു നോക്ക്, പ്രായം പ്രശ്നമല്ല. മദ്യവും മയക്കുമരുന്നും സർവവ്യാപകമായി നമ്മുടെ നാടുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ പോലും തിന്മയുടെ മാതാവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന വേദനാജനകമായ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യം വിഷമാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു അതിൽ ഔഷധമില്ല, അത് മുഴുവനും വിഷമാണ്. പക്ഷേ നിങ്ങൾ ഓർത്തു നോക്ക്, നമ്മുടെ രാജ്യത്ത് ദൈനംദിനം ലഹരി അടിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെലവഴിക്കുന്ന കാശ് എത്രയാണ്? മദ്യം കുടിക്കാൻ ഉപയോഗിക്കുന്ന കാശ് എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് നൽകിയ വിവേകം എന്ന് പറയുന്ന മഹത്തായ ദാനം,
അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത പല ദാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമാണല്ലോ വിവേകം. മനുഷ്യന് കൊടുത്ത വിവേകം. തലച്ചോറിന്റെ 3 അറകളിൽ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തെ മനുഷ്യനോളം വലുപ്പമുള്ള മറ്റു ജീവികളെക്കാൾ 3 ഇരട്ടി വലുപ്പത്തിൽ മനുഷ്യന്റെ തലയിൽ അള്ളാഹു പടച്ചു വെച്ചു. എന്നിട്ടോ ചിന്തിക്കാനും വിവേകം ഉപയോഗിക്കാനും പറ്റുന്ന വിധം അള്ളാഹു അതിനെ പാകപ്പെടുത്തി. എന്നിട്ട് ഈ ചിന്തയും വിവേകവും കൊടുത്ത മനുഷ്യൻ ആ തലച്ചോറിന്റെ വിവേകത്തെ ലഹരി ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുമ്പോൾ അരുത് എന്ന് പറയുകയാണ് ഈ വിവേകം തന്നെ അള്ളാഹു തന്നെ. പക്ഷേ ആ യജമാനനായ റബ്ബിന്റെ കൽപ്പനകളെ അല്ലെങ്കിൽ താക്കീതുകളെ കേൾക്കാതെ അതിനെ ചെവിക്കൊള്ളാതെ മനുഷ്യൻ മദ്യത്തിന്റെ പിന്നാലെ പോവുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന ഒരു മാർഗമാണത്രേ മദ്യക്കച്ചവടം. വിദേശ മദ്യഷാപ്പുകളും ബാറുകളുമെല്ലാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ യഥേഷ്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ലൈസൻസ് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം അത് മദ്യമില്ലാത്ത രാജ്യമായിരുന്നു. പക്ഷെ അത്തരമൊരു രാജ്യത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും കള്ള് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ള് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഏറ്റവും പ്രധാനമായി കാണുന്നത് എന്താണത്രേ? അതിലൂടെ ഖജനാവിലേക്ക് വരുന്ന പണമാണ്. പക്ഷേ മദ്യം കൊണ്ടും അതുപോലെ തന്നെ മയക്കുമരുന്ന് കൊണ്ടും പുകവലി കൊണ്ടുമെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ എത്രയോ ഇരട്ടി ഇത്തരം ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് രോഗിയാകുന്ന ആളുകളെ ചികിത്സിക്കാൻ നമ്മുടെ രാജ്യം ചെലവഴിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഈ യഥാർത്ഥ കണക്കിലേക്ക് നോക്കാതെ നമ്മുടെ രാജ്യത്തെ ഭരണാധിപന്മാർ കേവലം വരുമാന കണക്ക് മാത്രം ചിന്തിക്കുകയും അതിനുവേണ്ടി നമ്മുടെ രാജ്യത്ത് മദ്യം ഒഴുക്കുകയും ചെയ്യുകയാണ്. സത്യത്തിൽ ഒഴുക്കുന്നതൊരു വരുമാനത്തിന്റെ കാര്യത്തിന് മാത്രമല്ല. ഈ രാജ്യത്ത് വിവേകവും ബുദ്ധിയും നഷ്ടപ്പെട്ട് തൊഴിലെടുക്കാൻ പോകാതെ കറങ്ങി നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ചൈന എന്ന നമ്മുടെ അയൽ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആ തൊഴിലെടുക്കാത്തവന്, അധ്വാനിക്കാത്തവന് ആഹരിക്കാൻ അവകാശമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചൈനയുടെ ഭരണഘടനയിൽ തൊഴിലെടുക്കാത്തവന്, അധ്വാനിക്കാത്തവന് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയിലെ ആ ഭാഗമായിരിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചൈനയിലെ ജനങ്ങളെ വളരെയധികം കഠിനാധ്വാനികളാക്കിയത്. ആ കഠിനാധ്വാനത്തിന്റെ ഫലമായി മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇവിടെ നാം ഇറക്കുമതി ചെയ്യുമ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അതിനേക്കാൾ എത്രയോ വിലക്കുറവിൽ നമുക്ക് ലഭ്യമാകുന്നു. ലോകത്ത് ഏത് രാഷ്ട്രങ്ങളിൽ ചെന്നാലും ചൈനയുടെ കമ്പോളങ്ങൾ നമ്മൾ കാണുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഭാഗം ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യുവത്വം വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഹോബിയുടെയും സ്പോർട്സിന്റെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിനോദങ്ങളുടെ പിന്നാലെ നടന്ന് മനുഷ്യൻ, ഈ രാജ്യത്തിന്റെ ഏറ്റവും ബലപ്പെട്ട വിഭവമാകുന്ന മനുഷ്യൻ രാജ്യത്തിനോ സമൂഹത്തിനോ അല്ലാത്ത രീതിയിൽ നശിച്ചു തീരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ പാട്ട് കേൾക്കണം, അത്രയേ ഉള്ളൂ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ എന്നായിരുന്നു പലരുടെയും മുദ്രാവാക്യം. അതെന്തിനാ? യുവാക്കളും യുവതികളും പാട്ടിന്റെ ലഹരിക്ക് അടിമപ്പെടണം. അങ്ങനെ കുറെ ആസ്വദകരായി എന്റർടൈൻമെന്റിന്റെ ലോകത്ത് മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തി, നിങ്ങൾ പാട്ട് കേട്ട് ലഹരി പൂണ്ടിരിക്കേണ്ടവരല്ല. ഇന്നൽ ഗിനാഅ
യുംബിത്തുൻ നിഫാഖ ഫിൽ ഖൽബി കമാ യുംബിത്തുൽ മാഉൽ ഉശ്ബ. വെള്ളം പുല്ലിനെ മുളപ്പിക്കുന്നത് പോലെ പാട്ട് മനുഷ്യന്റെ മനസ്സിൽ കപടതയെ മുളപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പാട്ടിന്റെ എന്റർടൈൻമെന്റ് ലോകത്ത് നിന്ന് മനുഷ്യനെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക്, ബോധത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മറുമരുന്ന് അവിടുന്ന് നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു എന്നു, വഇന്ന ദിക്റല്ലാഹി യുംബിത്തുൽ ഈമാന ഫിൽ ഖൽബി കമാ യുംബിത്തുൽ മാഉൽ കല. വെള്ളം പുല്ല് മുളപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ദിക്ർ മനുഷ്യന്റെ മനസ്സിൽ ഈമാനിനെ മുളപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു. ഈ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായി പ്രവർത്തിക്കേണ്ട യുവത്വം അത് ലഹരിയുടെ ലോകത്ത്, എന്റർടൈൻമെന്റിന്റെ ലോകത്ത് അങ്ങനെ മുങ്ങിത്തീരേണ്ട ഒരു വിഭാഗമല്ല. നേരെ മറിച്ച് ഉപകാരപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും രാഷ്ട്രത്തിന്റെ ബുദ്ധിപരമായ ഇടപെടലുകളിലും ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കാനും ഉതകുന്ന രീതിയിൽ നമ്മുടെ യൗവനങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഈ ലോകത്തോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും അധികം മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടാൻ സാധ്യതയുള്ള യുവാക്കളെ അവിടുന്ന് പിടിച്ചു കെട്ടി ആ മദ്യത്തിന്റെ അപകടം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അത് വിഷമാണെന്ന് പറഞ്ഞു. പക്ഷേ വർത്തമാനകാലത്ത് എന്താ ഉണ്ടായത്? എല്ലാ തിന്മകളുടെയും മാതാവെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീതായി പറഞ്ഞു തന്ന ആ ലഹരിയുടെ പിന്നാലെ മനുഷ്യൻ ഓടാൻ തുടങ്ങിയപ്പോ ഈ ലോകത്ത് ഒരു തിന്മയും തിന്മയല്ലാതെയായി മാറി. ഒരു തിന്മയെയും തിന്മയായി മനസ്സിലാക്കാൻ ലഹരി ബാധിച്ച മനസ്സിന് കഴിയില്ല. എല്ലാറ്റിന്റെയും അപ്പുറത്ത്, സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാരസ്പര്യ ബോധത്തിന്റെയും അപ്പുറത്ത് സ്വന്തം സുഖഭോഗങ്ങളെ മാത്രം കാണുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ പോലും ചെറുപ്പക്കാർക്ക് വന്നപ്പോ നമ്മുടെ സമുദായവും സമൂഹവും അതിന്റെ പേരിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത ഫലങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഓർത്തു നോക്കൂ. സത്യത്തിൽ നീ മദ്യം കഴിക്കരുത്, നീ രോഗിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് മദ്യത്തിലൂടെ മനുഷ്യന് കിട്ടാൻ പോകുന്നത്? മദ്യം എന്ന് പറയുന്ന വിഷം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പഠിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്ന വൈദ്യശാസ്ത്രത്തിന്റെ നിലപാടുകൾ, അല്ലെങ്കിൽ അവരുടെ താക്കീതുകൾ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നമുക്കിന്ന് എവിടുന്നും വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ഗവേഷണങ്ങളൊന്നും നടക്കാത്തൊരു കാലഘട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ എന്ന തിരുവചനം അങ്ങ് ഓതിയപ്പോഴേക്ക് അവിടെ മദ്യമങ്ങ് നിർത്തി. ഈമാനാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അന്ന് ഡോക്ടർമാര് കൂടിയിട്ട്, ആരോഗ്യ പ്രവർത്തകർ കൂടിയിട്ട് നിങ്ങൾ മദ്യം കഴിച്ചാൽ ഇന്ന കുഴപ്പമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ അതിന്റെ അപകടങ്ങളെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുവചനം കേട്ടപ്പോ ഈമാനുള്ള ആളുകൾക്ക് മദ്യത്തോട് വിട പറയാൻ സാധിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്ക്, കണക്കുകൾ നിരത്തി ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എത്ര തവണ വിളിച്ചു പറഞ്ഞാലും നമ്മുടെ സർക്കാരുകളുടെ തലതിരിഞ്ഞ നയം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മദ്യത്തിനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ കോടികൾ ചെലവഴിക്കുകയാണ്. ആ സർക്കാർ തന്നെ പുതിയ മദ്യവിൽപ്പനശാലകൾക്ക് ലൈസൻസുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തകൃതിയായി മദ്യവിൽപ്പന നടത്തുകയാണ്. മദ്യവിൽപ്പനയിലൂടെ പരസ്യത്തിൽ കാണുന്ന സന്ദേശത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിന് നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ഈ പരസ്യം കൊണ്ട് എന്ത് ഗുണമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉള്ളത്? ഈ വിഷാംശം മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിന്റെ അപകടങ്ങളെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരുപാട് വിദഗ്ധന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. പക്ഷേ മനുഷ്യൻ അത് ചെവിക്കൊള്ളുന്നില്ല. ഞാനൊരു വാഹനം വാങ്ങി. ആ വാഹനം ഒരു പുതിയ ഡീസൽ എഞ്ചിനുള്ള കാറാണ്. ആ പുതിയ കാറുമായി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ എണ്ണ തീർന്നപ്പോ അടുത്ത പമ്പിൽ കയറ്റി.
ആ പമ്പിൽ നിന്ന് അവിടുത്തെ സെയിൽസ്മാൻ അറിയാതെ ഡീസൽ എഞ്ചിനുള്ള കാറിൽ അദ്ദേഹം പെട്രോളാണ് അടിച്ചത്. നമ്മുടെ ഏതെങ്കിലും ഒരാളുടെ കാറിൽ, ഒരു പുതിയ കാറിൽ അങ്ങനെ ഓയിൽ മാറിയടിച്ചാൽ, പെട്രോൾ അടിക്കേണ്ട സ്ഥാനത്ത് ഡീസലോ ഡീസലിന്റെ സ്ഥാനത്ത് പെട്രോളോ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എങ്ങനെ ചൂട് കയറും? ആ സെയിൽസ്മാനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അയാളോട് നാം എന്തൊക്കെ പറയും? പക്ഷേ ആ സെയിൽസ്മാനോട് ദേഷ്യം പിടിച്ച് അയാളോട് തർക്കിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന സമയത്ത്, ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ തുണിക്കിടയിൽ നിന്ന് താഴെ ഉരുണ്ടു വീഴുന്നത് ഒരു മദ്യക്കുപ്പിയാണ്. ഈ മദ്യക്കുപ്പി അദ്ദേഹത്തിന്റെ തുണിക്കടയിൽ സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ്? അത് മറ്റൊരു ടാങ്കിൽ ഒഴിക്കാനാണ്. അത് വണ്ടിയുടെ ടാങ്കിലല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ടാങ്കിലാണ്. വണ്ടിയുടെ ടാങ്കിൽ ഒഴിക്കാൻ പാടില്ലാത്ത ഇന്ധനം ഒഴിച്ചപ്പോ 6 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയുടെ എഞ്ചിന് കംപ്ലൈന്റ് വരുമോ എന്ന ബേജാറ് നമ്മുടെ മനസ്സിനെ അലട്ടിയെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്ക്, സ്വന്തം ആമാശയമാകുന്ന സ്വന്തം ആമാശയമാകുന്ന ടാങ്കിലേക്ക് ഈ വിഷമാകുന്ന മദ്യം, അനുവദിക്കപ്പെടാത്ത ഇന്ധനം നാം അങ്ങ് ഒഴിച്ചാൽ ആ ആമാശയത്തിനുണ്ടാകുന്ന അപകടം, ശരീരത്തിന്റെ എഞ്ചിനുണ്ടാകുന്ന അപകടം, അതിന്റെ വ്യത്യസ്ത പാട്ടുകൾക്കുണ്ടാകുന്ന അപകടം എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? 6-10 ലക്ഷത്തിന്റെ കാറിന്റെ എഞ്ചിൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് മാക്സിമം ഒരു 10 ലക്ഷം കൊടുത്താൽ അടുത്ത കാറ് വാങ്ങാം. പക്ഷേ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾ, കിഡ്നി നഷ്ടപ്പെട്ടാൽ പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഹാർട്ട് നഷ്ടപ്പെട്ടാൽ പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ലിവർ നഷ്ടപ്പെട്ടാൽ പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അതുപോലെ തന്നെ തലച്ചോറ് നഷ്ടപ്പെട്ടാൽ പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത വിധം അത്രയും ഭദ്രമായ രീതിയിൽ, അത്രയും സൂക്ഷ്മമായ രീതിയിൽ മനുഷ്യ ശരീരത്തിന്റെ ചുരുങ്ങിയ സ്ഥലത്ത് അർഹമുർറാഹിമീനായ റബ്ബ് ഒതുക്കി വെച്ചിട്ടുള്ള മഹാത്ഭുതങ്ങളായ ആന്തരിക അവയവങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് കേവലം കൈപ്പത്തിയുടെ മാത്രം വലുപ്പമുള്ള ഒരു അവയവമാണ്. ആ അവയവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? കേവലം 250-300 ഗ്രാം മാത്രം തൂക്കമുള്ള ഹൃദയം നമ്മുടെ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്ന പണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 24 മണിക്കൂറും വിശ്രമമില്ലാതെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പമ്പ്, ആ മോട്ടോർ പമ്പ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നത് എത്രയാണെന്നറിയുമോ നിങ്ങൾ? 9800 മുതൽ 12600 വരെ ലിറ്റർ രക്തമാണെന്ന് പറയുന്നു. നിങ്ങൾ ഓർത്തു നോക്ക്, നമ്മുടെ വീടിന്റെ വാട്ടർ ടാങ്കിലേക്ക് നാം വലിയ കാശ് കൊടുത്തു വാങ്ങിയ മോട്ടറുണ്ട്. ആ മോട്ടർ 250-300 ഗ്രാം മാത്രമല്ല അതിന്റെ തൂക്കം. അതിന്റെ വലിപ്പം ഒരു കൈപ്പത്തിയുടേതല്ല, വലിയ വലിപ്പമുള്ള, വലിയ ഭാരമുള്ള ഒരു മോട്ടോർ. ആ മോട്ടോർ കൊണ്ട് നമ്മുടെ വീട്ടിന്റെ ടാങ്കിലേക്ക് ഒരു ദിവസം നാം അടിക്കുന്നത് കേവലം 1000 ലിറ്റർ വെള്ളമാണെങ്കിൽ, ഈ ഭാരമില്ലാത്ത, വലുപ്പമില്ലാത്ത ശരീരത്തിന്റെ അകത്തളത്തിലുള്ള ഹൃദയം എന്ന മോട്ടോർ, അത് ഒരു ദിവസം നമ്മുടെ ശരീരത്തില് 12000 ലിറ്റർ വെള്ളമാണ് അടിക്കുന്നത്. 12000 ലിറ്റർ രക്തം. ആ 12000 ലിറ്റർ രക്തം അടിക്കുന്നതിന്റെ, അത് പ്രവർത്തിക്കുന്നതിന്റെ അത്ഭുതകരമായ രീതി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണത്, മുഴുവനായും ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്? നാം ഇരിക്കുമ്പോൾ വിശ്രമിക്കുന്ന സമയത്ത് ഹൃദയം പ്രവർത്തിക്കുന്നത് 1 മിനിറ്റിൽ 72 തവണയാണ് ആ ഹൃദയം മിടിക്കുന്നത്. ഹൃദയത്തിന്റെ സ്പന്ദനം അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് നാം നടക്കുമ്പോൾ, ഓടുമ്പോൾ, കയറ്റം കയറുമ്പോൾ, ശരീരത്തിന് കൂടുതൽ രക്തം ആവശ്യമുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മളൊന്നും ചിന്തിക്കാതെ, നമ്മളറിയാതെ നമ്മുടെ ഹൃദയം സ്പീഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ചെന്നു നോക്കൂ. ആ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് അതിന്റെ ഹൃദയം ഇങ്ങനെ സ്പീഡിൽ മിടിക്കുന്നത് നമുക്ക് കാണാം. വളരെ വേഗത്തിലാണ് ആ കുഞ്ഞിന്റെ ഹൃദയം മിടിക്കുന്നത്. എന്താണ് ഇതിന് വേഗത കൂടാനുള്ള കാരണം? കുഞ്ഞ് നമ്മളെ പോലെയല്ല. നമുക്ക് ജീവിച്ചാൽ മതി, പക്ഷേ കുഞ്ഞിന് വളരണം. നമുക്ക് ജീവിച്ചാൽ മതി. ആ ജീവിക്കാൻ 1 മിനിറ്റിൽ 72 തവണ ഹൃദയത്തിന് സ്പന്ദിച്ചാൽ നമുക്ക് കഴിയും. അതേ സ്ഥാനത്ത് ഇപ്പോൾ ലഭ്യമായ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അപ്പുറം ആവശ്യമായ വളർച്ച ഈ കുഞ്ഞിന് വേണ്ടത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ കൊച്ചു ഹൃദയം അത് മിടിക്കുന്നത്
ഒരു മിനിറ്റിൽ 72 തവണയല്ല, നേരെ മറിച്ച് 130 തവണയാണ്. 130 തവണ ഹൃദയം മിടിക്കുന്നു. എത്ര അത്ഭുതകരമായാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ സംവിധാനിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും അതൊന്ന് സ്റ്റക്കായി പോയാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന അപകടം എത്ര വലുതാണ്. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രാധാന്യമുള്ള ഹൃദയത്തെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഒരു അപകടം പുറത്തു നിന്ന് വന്നാൽ അത് പെട്ടെന്ന് ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിൽ നമ്മുടെ ആമാശയം വെച്ചതുപോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങൾ വെച്ചതുപോലെ അല്ലാഹു തആല ഹൃദയത്തെ വെച്ചില്ല. ഒരു ഭാഗത്ത് മുൻഭാഗത്ത് നെഞ്ചല്ലും, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വാരിയല്ലും, ഒരു ഭാഗത്ത് നട്ടെല്ലുമെല്ലാമായി പൂർണ്ണമായ ശക്തിയുള്ള ഒരു ആവരണത്തിന്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുതകരമായ ഹൃദയത്തെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ആധുനിക ഹെൽത്ത് സയൻസ് പറയുന്നത് മദ്യം മനുഷ്യന്റെ ഹൃദയത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണെന്നാണ്. മനുഷ്യന്റെ ഹൃദയത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന വിഷമാണ് മദ്യം എന്ന് ആധുനിക ഹെൽത്ത് സയൻസ് കണക്ക് വെച്ച് പറയുമ്പോൾ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിഷമാണ് എന്ന ഒറ്റ വാക്കിലൂടെ ഈ അപകടകരമായ സൂചനകൾ സമൂഹത്തിന് നൽകി. പക്ഷേ ഈമാൻ എന്ന് പറയുന്ന ആത്മീയ പവർ ഉണ്ടായിരുന്ന അന്നത്തെ അനുയായികളും മാത്രമല്ല 1500 കൊല്ലമായി ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈമാനിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന മനസ്സുള്ള ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ആരൊക്കെയുണ്ടോ, മദ്യം വിഷമാണ് എന്ന ഒറ്റ വാചകം, അതിന്റെ വിശദമായ വിവരങ്ങൾക്ക് കാത്തു നിൽക്കാതെ ആ ഒറ്റ വാചകം ഈമാനുള്ളവനെ മദ്യത്തിൽ നിന്ന് അകറ്റി നിർത്തി. പക്ഷേ പലർക്കും ഈമാൻ ഇല്ലാതെയായി പോയി. ഈമാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ മനസ്സ് തുറക്കാതെ പോയി. ആ തുറക്കുന്ന മനസ്സിന്റെ ചിന്താശേഷി പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ആ ചിന്താശേഷി നഷ്ടപ്പെട്ട മനസ്സിന് ഈ മദ്യം വിഷമാണെന്ന് മാത്രമല്ല, ആ മദ്യം മനുഷ്യന്റെ ശരീരത്തിൽ നടത്തുന്ന പ്രതിപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി കണക്ക് വെച്ച് പറഞ്ഞു കൊടുത്താൽ പോലും അതിന്റെ ആശയം മനസ്സിലേക്ക് കടന്നു ചെല്ലാത്ത വിധം മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോയ സാഹചര്യമല്ലേ വർത്തമാന കാലഘട്ടത്തിൽ നിലവിലുള്ളത്. മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ മറ്റൊരു അവയവമാണല്ലോ നമ്മുടെ കിഡ്നി. ആ കിഡ്നി ഏറെ ബാധിക്കും. കിഡ്നി മദ്യം ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു അവയവമാണ് നമ്മുടെ കിഡ്നി. ആ വൃക്കകളുടെ പ്രവർത്തനം, മനുഷ്യ ശരീരത്തിലെ വിഷനിവാരണി, ശരീരത്തിലെ അരിപ്പ, രക്തത്തെ അരിച്ച് ശുദ്ധീകരിച്ച് നമ്മുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്ന പണിയാണ് വളരെ ചെറിയ 2 അവയവങ്ങളായ വൃക്ക നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൃക്കയുടെ ഏതെങ്കിലും ഒന്നിന് എപ്പോഴെങ്കിലും തകരാറ് വന്നാൽ മറ്റേത് പ്രവർത്തിക്കണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 എണ്ണം വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിക്കാൻ 1 മതിയെങ്കിലും അല്ലാഹു 2 എണ്ണം വെച്ചത് എന്തിനാ? നമുക്കെല്ലാം അറിയാം. കരയിലൂടെ ഓടുന്ന വാഹനത്തിന് 1 എഞ്ചിനാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതേ സ്ഥാനത്ത് അന്തരീക്ഷത്തിലൂടെ പാറുന്ന വിമാനങ്ങൾ മിക്കപ്പോഴും 2 എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ആകാശത്തിലൂടെ പാറുന്ന വിമാനങ്ങൾക്ക് 2 എഞ്ചിൻ ഉപയോഗിക്കുന്നത്? 1 എഞ്ചിന് വല്ല കാരണവശാലും വല്ല തകരാറും വന്നാൽ അടുത്ത എഞ്ചിൻ പ്രവർത്തിക്കണം. കരയിലൂടെ റോഡിലൂടെ ഓടുന്ന വാഹനത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിന്റെ എഞ്ചിന് കംപ്ലൈന്റ് വന്നാൽ അത് നിർത്തിയിടാനും പരിചരിക്കാനും പരിശോധിക്കാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള വകുപ്പുണ്ട്. ആകാശത്ത് പറക്കുന്ന വിമാനത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആ എഞ്ചിന്റെ പ്രാധാന്യം കൂടുതലാണ്. അതുകൊണ്ട് 1 എഞ്ചിൻ പോരാ. ഒന്ന് എപ്പോഴെങ്കിലും സ്റ്റക്കായാൽ, ഒന്നിന് വല്ല കംപ്ലൈന്റും വന്നാൽ മറ്റേ എഞ്ചിൻ പ്രവർത്തിക്കും വിധമാണ് നമ്മുടെ വിമാനങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ കിഡ്നിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ ഓർത്തു നോക്ക്, ആ കിഡ്നിയുടെ പ്രാധാന്യം കൊണ്ട് തന്നെയല്ലേ അല്ലാഹു തആല 2ാമതൊന്ന് നമ്മുടെ ശരീരത്തിൽ വെച്ചത്. നമ്മുടെ ശരീരത്തിൽ രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന ഈ കിഡ്നിക്ക് വല്ല തകരാറും വന്നാൽ രക്തത്തിൽ ക്രിയാറ്റിനിന്റെ അംശം കൂടും. അത് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യൻ രോഗിയായി മാറി. ആ മനുഷ്യന് പിന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ അവന്റെ രക്തം ശുദ്ധീകരിക്കാൻ നാം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. ഡയാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ 2 അവയവങ്ങൾ, മനുഷ്യ ശരീരത്തിൽ വലിയ വലിപ്പമില്ലാത്തൊരവയവം, ആ കിഡ്നി, ആ ചെറിയ കിഡ്നി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ധർമ്മം നിർവഹിക്കാൻ നാം പ്രാപിക്കേണ്ടി വരുന്നത് എത്ര വലിപ്പമുള്ള ഉപകരണങ്ങളെയാണ്.
എത്ര വലിപ്പമുള്ള മെഷീനുകളെയാണ്. പക്ഷേ ആ മെഷീനുകൾ പ്രവർത്തിച്ചിട്ട് പോലും ഈ കിഡ്നി പ്രവർത്തിക്കുന്നത് പോലെ വൃത്തിയായി നമ്മുടെ രക്തത്തെ സൂക്ഷിക്കാൻ അതിന് സാധിക്കുന്നില്ല. അപ്പൊ ഈ കിഡ്നിയുടെ വില എത്രയാണ്? അത് നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനകൾ എത്രയാണ്? നമ്മുടെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഓരോ കിഡ്നിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ലക്ഷം നെഫ്രോണുകൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അത്ര കണക്ക്. ആണോ? 10 ലക്ഷം നെഫ്രോണുകൾ, 10 ലക്ഷം അരിപ്പയുടെ കുഴലുകൾ. ആ കുഴലുകളിലൂടെയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കിഡ്നിയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് നീ കുടിക്കുന്ന മദ്യമെന്ന് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോ കേവലം അത് വിഷമാണെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചുരുങ്ങിയ വാക്കുകളിലുള്ള താക്കീതിന്റെ അപ്പുറത്ത് ആ താക്കീതിന്റെ വിശദാംശങ്ങൾ ഇന്ന് നമ്മുടെ വൈദ്യശാസ്ത്രം നമ്മുടെ മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ അരക്കെട്ടിൽ നിന്ന് അഴിഞ്ഞുപോയ തുണിയുടെ അടിയിൽ നിന്ന് വിളകിച്ചാടുന്നത് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിക്കാൻ നാം എടുത്തു വെച്ച ഇന്ധനമാകുന്ന മദ്യമാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, 10 ലക്ഷം വിലയുള്ള 10 ലക്ഷം വിലയുള്ള വാഹനം നമ്മുടെ ഇന്ധനം മാറി ഒഴിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ അതിൽ ഇന്ധനം മാറി ഒഴിക്കുമ്പോൾ ആ ഇന്ധനം മാറി ഒഴിക്കുന്നത് കൊണ്ട് കേവലം 10 ലക്ഷം വിലയുള്ള വാഹനത്തിന് വരുന്ന അപകടം, അതിന് വരുന്ന നഷ്ടം നമ്മളെ ചൊടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് വരുന്ന നഷ്ടം, ഈ മദ്യം വരുത്തുന്ന നഷ്ടം എന്തുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല? നമ്മുടെ ഹൃദയത്തിന് വരുത്തുന്ന നഷ്ടം എന്തുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല? മനുഷ്യ ശരീരത്തിൽ സുപ്രധാനമായ 10-13 ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരവയവമുണ്ട്. അതാണ് ലിവർ, അതാണ് കരള്. ശരീരത്തിന്റെ വിഷനിവാരണി എന്നത്രേ കരളിനെ കുറിച്ച് പറയുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലും മറ്റും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള എല്ലാ വിഷാംശങ്ങളെയും ഒപ്പിയെടുക്കുന്ന കരൾ. മാത്രമല്ല, നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ആവശ്യമായ ദഹനസ്രവങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരൾ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങ് തുടങ്ങി ശരീരത്തിൽ ആവശ്യമായ 10-13 ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കരൾ എന്ന് പറയുന്ന ലോകം. അതൊരു ലോകം തന്നെയാണ്. പക്ഷേ മറ്റുള്ള ആന്തരിക അവയവങ്ങളെ പോലെയല്ല. മുറിക്കപ്പെട്ടാലും രണ്ടാമത് വളരുന്ന കരൾ എന്ന് പറയുന്ന ഈ മഹാത്ഭുതമാകുന്ന ആ ആന്തരിക അവയവത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് മദ്യമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. അതുകൊണ്ടല്ലേ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം, കരള് വീങ്ങുന്ന അസുഖം, ഈ അസുഖം ഉണ്ടാക്കാൻ ഏറ്റവും അധികം സഹായകമായ ഒന്നാണത്രേ ആൽക്കഹോൾ. അതുകൊണ്ട് മദ്യം കഴിക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ശരീരത്തിന്റെ ടവർ ഉണ്ട് മറ്റൊന്ന്, അതാണ് തലച്ചോറ്. മനുഷ്യ ശരീരത്തിന്റെ ടവർ, ഈ തലച്ചോറല്ലേ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത്, മനുഷ്യനെ വിവേകിയാക്കിയത്, അതുപോലെ തന്നെ മനുഷ്യന് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 അറകളുള്ള തലച്ചോറിന്റെ ഏറ്റവും മുകളിലത്തെ അറയായ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം മനുഷ്യനോളം വലുപ്പമുള്ള മറ്റു ജീവികളുടെ തലച്ചോറിനേക്കാൾ ഈ ഭാഗം മനുഷ്യന്റേത് 3 ഇരട്ടി കൂടുതലാണെന്ന് വൈദ്യശാസ്ത്രം നമ്മോട് പറഞ്ഞു തരികയാണ്. മദ്യം ഏറ്റവും അധികം ബാധിക്കുന്ന മറ്റൊരു ആന്തരിക അവയവമാണ് നമ്മുടെ തലച്ചോർ. തലച്ചോറിന്റെ മഹാത്ഭുതത്തെ നിങ്ങൾ ഓർത്തു നോക്കൂ. ശരീരത്തിൽ ഏറ്റവും അധികം നാഡീവ്യൂഹങ്ങളുള്ള ഒരു സ്ഥലമാണ് തലച്ചോറ്. ആ തലച്ചോറിൽ, നമ്മുടെ തലച്ചോറിൽ അർഹമുർ-റാഹിമീനായ റബ്ബ് സംവിധാനിച്ചിട്ടുള്ള മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? നാം നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ വിരൽ ഒരു കല്ലിൽ തട്ടി, ആ കല്ലിൽ തട്ടിയ കാല് പൊട്ടിയിട്ട് രക്തം വരുന്നതിന് മുമ്പ് തന്നെ നാം വേദനയിലൂടെ കാല് പൊട്ടിയ വിവരം അറിയുന്നു. നമുക്ക് ഈ വിവരം തന്നത് ആരാണ്? അത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിനെ സുഷുമ്ന നാഡി വഴി അള്ളാഹു ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നട്ടെല്ലിന് ക്ഷതമേൽക്കുമ്പോൾ സുഷുമ്ന നാഡിക്ക് വല്ലതും സംഭവിച്ചാൽ തലച്ചോറിന്റെ ബന്ധം ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ച അപകടത്തിൽപ്പെട്ട് അങ്ങനെ സുഷുമ്ന നാഡിക്ക് തകരാറ് സംഭവിച്ച ആളുകളെ
അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ കാണാറുണ്ട്, മൂത്രം പോകുന്നവരറിയാറില്ല, മലം പോകുന്നവരറിയാറില്ല. ശരീരത്തിന്റെ താഴ്ഭാഗത്ത് വല്ലതും സംഭവിച്ചാൽ അതിന്റെ സിഗ്നൽ തരാൻ അവരുടെ തലച്ചോറിന് ആകുന്നില്ല, അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ സുഷുമ്ന നാഡി നഷ്ടപ്പെട്ടത് കൊണ്ട് കഴിയുന്നില്ല. ഇങ്ങനെ ശരീരത്തെ മുഴുവനും ഈ തലച്ചോർ എന്ന് പറയുന്ന സിഗ്നൽ കേന്ദ്രവുമായി അർഹമുർ-റാഹിമീനായ റബ്ബ് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല 50 മുതൽ 100 വരെ ബില്യൺ, മില്യൺ അല്ല, 50 മുതൽ 100 വരെ ബില്യൺ നാഡീകോശങ്ങളാണ് മനുഷ്യന്റെ തലച്ചോറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടിയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 കോടിയാണ്. അങ്ങനെ 50 മുതൽ 100 വരെ ബില്യൺ മനുഷ്യന്റെ തലച്ചോറിൽ 100 ബില്യൺ വരെ നാഡീകോശങ്ങളെ അർഹമുർ-റാഹിമീനായ റബ്ബ് സംവിധാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ തലച്ചോർ എത്രമേൽ മഹാത്ഭുതമാണ്. ഹൃദയത്തെ പോലെ തന്നെ വളരെ ഭദ്രമായി തലയോട്ടിയുടെയും താടിയെല്ലിന്റെയും എല്ലാം ഉള്ളിലായി അർഹമുർ-റാഹിമീനായ റബ്ബ് ഈ തലച്ചോറിനെ സ്ഥാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏറ്റവും ഭദ്രമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ അർഹമുർ-റാഹിമീനായ റബ്ബ് സംരക്ഷിച്ചു നിർത്തുമ്പോൾ അതിന് പ്രതികൂലമായി ബാധിക്കുന്ന മദ്യം നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് വളരെ കർശനമായി ഈ ശരീരത്തിന്റെ കമ്പനിയായ, ഈ ശരീരത്തിന്റെ ഉൽപാദകനായ, ഇതിന്റെ സൃഷ്ടാവായ സർവാധിപനായ റബ്ബ് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് എന്തൊരു മടിയാണ്. നാം വാങ്ങിവെച്ച വാഹനത്തിന്റെ കമ്പനി, അതിന്റെ ഉൽപാദകർ, ആ വാഹനത്തിൽ നിങ്ങൾ ഇന്ന എഞ്ചിനെ, ഇന്ന ഇന്ധനമേ ഉപയോഗിക്കാവൂ, മറ്റേ ഇന്ധനം ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പിഴവ് കൊണ്ട് ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ ഇന്ധനം മാറി വാഹനത്തിൽ ഒഴിച്ചാൽ നമ്മുടെ മനസ്സ് എത്രമേൽ ക്ഷോഭിക്കുന്നു. അതേ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു നിങ്ങളുടെ ശരീരത്തിന്റെ നല്ല നിലനിൽപ്പിന് ഇന്ന ഇന്ധനമേ നിങ്ങൾ ഒഴിക്കാവൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചിന്ത വരാത്തത്? നമ്മൾ എന്താണ് അതിന്റെ ഗൗരവത്തെ കുറിച്ച് ആലോചിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തിന്മയുടെ മാതാവാകുന്ന മദ്യം എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരനാണ്. മദ്യവും മയക്കുമരുന്നും നമ്മുടെ ചെറിയ തലമുറയെപ്പോലും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രലോഭനങ്ങളിൽ പൊലിയുന്ന യൗവനങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എന്റർടൈൻമെന്റിന്റെയും ലോകത്ത് ഇവിടെ ചിന്തകളില്ലാതെ, ചിന്താശേഷിയില്ലാതെ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ലാതെ, വിവേകമില്ലാതെ വെറും വികാര ജീവികളായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച വർത്തമാന കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അപകടം ഒരു വ്യക്തിയല്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ കുടുംബമാണ്. കുടുംബം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമുദായമാണ്. സമുദായം മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാജ്യമാണ്. രാജ്യം മാത്രമല്ല, ഈ സമൂഹം മുഴുക്കയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത്രമേൽ അപകടകരമായ കാര്യങ്ങളെ വളരെ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരികയും അതിനെ നിങ്ങൾ മാറ്റി നിർത്തണമെന്ന് നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്ലാദിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും മാത്രം നേരം കണ്ടെത്തുകയും തന്റെ സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി ഈ ലോകത്ത് ആരും തടസ്സമാകാൻ പാടില്ല എന്ന ചിന്തയിൽ ആരെയും കുത്തിക്കൊലപ്പെടുത്താൻ മടിക്കാത്ത ഒരു മരവിച്ച മനസ്സുള്ള പുതിയൊരു തലമുറ നമ്മുടെ ലോകത്ത് വളർന്നു വരുന്നത് വളരെ ഭീതിയോടെയാണ് നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്, ഏത് ജനത്തിരക്കുള്ള ടൗണുകളിൽ പോലും പട്ടാപ്പകൽ സമയത്ത് ആരെയും വാക്കത്തി കൊണ്ട് വെട്ടിക്കൊല്ലാൻ മടിക്കാത്തൊരു ഒരു വിഭാഗം, അതുപോലെ തന്നെ ഏത് വേണ്ടാവൃത്തിയും ചെയ്യാൻ മടിക്കാത്തൊരു വിഭാഗം, ജീവനുള്ള മനുഷ്യനെ ചുട്ടുകൊല്ലാൻ മടിക്കാത്ത വിഭാഗം, അങ്ങനെ തുടങ്ങിയിട്ട് ജീവിത സുഖത്തിന് വേണ്ടി ഏത് നീചകൃത്യങ്ങളുടെ ഏതറ്റം വരെ പോകാനും യാതൊരു ലജ്ജയുമില്ലാത്ത ഒരു പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന്, നമ്മുടെ രാജ്യത്തിന് എത്രമേൽ ഭീഷണിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ ഭീതിതമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി പഠിച്ച് അതിനെ തടയിടുകയും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഒരു കോടതി ഈ അടുത്തൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ആ കോടതി ഒരു കേസ്, ഒരു പെൺകുട്ടി മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയ കേസ്, ഇത്തരം ഒരു കേസ് പരിഗണിക്കുന്നതിന്റെ ഇടയിൽ ഡൽഹിയിലെ കോടതി പറഞ്ഞു, മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ മരുന്നും മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം.
ഒരു കാലത്ത് ധാർമ്മിക വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദായിരുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു, സുന്നി യുവജന സംഘമായിരുന്നു, പള്ളിയിലെ ഉസ്താദുമാരായിരുന്നു, SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകരായിരുന്നു. എന്നാൽ അക്കാലത്ത് ഇത് മൂലയമാര് സാധാരണ പറയുന്ന വർത്തമാനമാണെന്ന നിലക്ക് അതിനെ ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട നമ്മുടെ സമൂഹം ഇന്ന് സാക്ഷാൽ ഡൽഹിയിലെ കോടതി പറയുകയാണ്, നിങ്ങൾ മക്കൾക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും മാത്രം കൊടുത്താൽ പോരാ, മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളെ നേരിടേണ്ടി വരും. കണ്ടോ നിങ്ങൾ, ധാർമ്മിക വിദ്യയുടെ കുറവാണ് ഇത്തരം അപകടങ്ങൾക്ക് മർമ്മപ്രധാന കാരണമെന്ന് നമ്മുടെ ജുഡീഷ്യറി പോലും നിരീക്ഷിക്കാൻ തുടങ്ങിയ ആശ്വാസകരമായ അവസ്ഥ നിലവിലുണ്ടെങ്കിൽ പോലും എന്ത് നന്മയുടെ ഉപദേശം കേട്ടാലും അതിനെ തിരസ്കരിക്കുന്ന മനസ്സുള്ള മനുഷ്യന് ഈ ഉപദേശവും ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ കാണാൻ കഴിയൂ എന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റൊന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് മാറണം. പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്വാതന്ത്ര്യം പെണ്ണിന് മാത്രം പോരാ, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റിന്റെ ലോകത്ത് ഇഷ്ടം പോലെ തനിക്ക് ആസ്വദിക്കാൻ പറ്റിയ എല്ലാം ആസ്വദിച്ചുകൊണ്ട് മറ്റാരെയും പരിഗണിക്കാതെ, രാജ്യത്തെ പരിഗണിക്കാതെ, സമൂഹത്തെ പരിഗണിക്കാതെ, സമുദായത്തെ പരിഗണിക്കാതെ, തന്റെ അയൽക്കാരെയും കുടുംബങ്ങളെയും പരിഗണിക്കാതെ, ആരെയും തിരിഞ്ഞു നോക്കാതെ ആസ്വാദനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ലോകത്ത് ജീവിക്കുക എന്നൊരു അർത്ഥം സ്വാതന്ത്ര്യത്തിന് കൽപ്പിച്ചാൽ അത് 100% തെറ്റായ അർത്ഥമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇവിടെ ആരും സ്വതന്ത്രരല്ല. സത്യത്തിൽ ഇവിടെ ആരും സ്വതന്ത്രരല്ല. ഇന്ത്യ രാജ്യത്ത് ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത തന്നെ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ റൂൾ ഓഫ് ലോ ആണ് നിലവിലുള്ളത്, നിയമവാഴ്ച നിലവിലുള്ള രാജ്യം. ഈ രാജ്യത്ത് എത്രയൊക്കെ സ്വാതന്ത്ര്യമെടുത്താലും ശരി, ഇന്ത്യ രാജ്യത്തിന്റെ 10 ഷെഡ്യൂളുകളും 395 ആർട്ടിക്കിളുകളുമുള്ള ഭരണഘടന ആ മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സാക്ഷാൽ പ്രധാനമന്ത്രി പോലും ഈ രാജ്യത്തിന്റെ ലോക്സഭയിൽ, ഇവിടുത്തെ നിയമസഭകളിൽ നിയമം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന, നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എക്സിക്യൂട്ടീവുകളായാലും ശരി, ഇവിടുത്തെ നിയമസഭാ മെമ്പർമാരായാലും ശരി, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായാലും ശരി, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കപ്പുറം രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പറയുന്ന രാഷ്ട്രപതിയായാലും ശരി, എല്ലാവരും ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിലാണ്. അപ്പൊ ആർക്ക് അവിടെ സ്വാതന്ത്ര്യമുള്ളത്? എല്ലാവരും നിയമത്തിന്റെ കീഴിലല്ലേ? ഈ നിയമമില്ലാതെ, നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടാത്ത ഒരു സമൂഹം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടുമ്പോൾ തന്നെ ആ നിയമം ജനീനവും സർവകാലികവുമാകണം എന്നതിന്റെ അപ്പുറം നിയമം എന്തിനാണോ നിയമമുണ്ടാക്കുന്നത്, ആ നിയമത്തിന്റെ നിയമരൂപീകരണത്തിന്റെ ലക്ഷ്യം പൂവണിയിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നിയമങ്ങൾ വന്നാൽ തീർച്ചയായും അപകടങ്ങൾ ഇവിടെ ഗണ്യമായി കുറയും. പക്ഷേ ഇവിടെ എത്രമേൽ അപകടകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യന് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുക, ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം കൊടുക്കുക, അതുപോലെ തന്നെ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം കൊടുക്കുക, ശിക്ഷിക്കപ്പെടുന്നവന് തന്നെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ സുഖമായി ഉള്ളിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കുക. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഡൽഹിയിൽ നിന്ന്, അല്ല ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ എനിക്ക് ഓർമ്മയില്ല, ഇന്നത്തെ പത്രത്തിൽ കാണാം, ജുവൈനൽ ഹോമിൽ നിന്ന് ചാടിയ കുട്ടികൾ, അല്ലെ, ജുവൈനൽ ഹോമിൽ നിന്ന് ചാടിയ കുട്ടികൾ, അവിടുന്ന് മുങ്ങിയ കുട്ടികൾ, വീടിന്റെ ഉള്ളിൽ കയറി, വീട് കുത്തി തുറന്ന് അതിന്റെ ഉള്ളിൽ കയറി കൊള്ള നടത്തി, കൊലപാതകവും നടത്തി. ഇന്നത്തെ പത്രത്തിലുള്ളതാണ്. എന്താ കാര്യം? ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഇതൊരു ശിക്ഷയായി തോന്നുന്നില്ല, ജയിലൊരു ശിക്ഷയായി തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകളുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഇസ്ലാം ശിക്ഷാ നടപടികളെ മുന്നോട്ട് വെക്കുന്നത് കടുത്ത ഭാഷയിലാണ്.
ജുഡീഷ്യറിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വളരെ കണിശമായ ഭാഷയിൽ തന്നെ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ പല നിയമങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങളിലെല്ലാം ഒരു കണിശതയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണത്? കണിശമാണെങ്കിലേ നിയമം കൊണ്ട് കാര്യമുള്ളൂ എന്ന തത്വം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മളത് മനസ്സിലാക്കുകയാണ്. ഇന്ന് നിങ്ങൾ നോക്ക്, ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവൻ അന്ന് തന്നെ വീണ്ടും മോഷണത്തിനും കൊലപാതകത്തിനും പോകുന്ന എന്തുകൊണ്ടാണ്? ജയിലിൽ അതൊരു ശിക്ഷയുടെ ലോകമായി അനുഭവപ്പെടാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ ലോകം പരിപൂർണമായ നീതിയുടെ ലോകമല്ല. മരണത്തിന്റെ ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് നീതിയുടെ ലോകം. ആ ലോകത്താണ് മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അളവും തോതുമനുസരിച്ച് കൃത്യമായ ശിക്ഷ അവന് അളന്നു നൽകുന്ന ലോകം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു വന്നു. മാത്രമല്ല, ഇവിടെ നിയമം പാലിച്ച് അച്ചടക്കത്തോടെ ജീവിച്ച ആരുണ്ടോ അവർക്ക് നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുക എന്ന് മാത്രമല്ല, നിയമം അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അങ്ങേയറ്റത്തെ പ്രതിഫലം കൊടുക്കുന്നൊരു ലോകമുണ്ട്, സ്വർഗത്തിന്റെ ലോകം. ക്ഷീണമില്ലാത്ത, കട്ടപ്പാടുകളില്ലാത്ത, രോഗവും വാർദ്ധക്യവുമില്ലാത്ത, അശ്ലീലങ്ങളില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത, അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലാത്ത, യാതൊരു കുറവുമില്ലാത്ത, ഒന്നിനും പഞ്ഞമില്ലാത്തൊരു ലോകം. ആ ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ നിയമം അനുസരിക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. മാത്രമല്ല, നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ മനസ്സുകൾ അത് രൂപപ്പെടുത്താൻ പാകമല്ലാത്ത വിധം അത്രയും വിപുലവും സമഗ്രവുമായ ഒരു മഹത്തായ സ്വർഗീയ ലോകമെന്ന ബെനിഫിറ്റ് ഭാവിയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്താ? നിങ്ങൾ നിയമമനുസരിച്ച് ജീവിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് പഠിപ്പിച്ചു. പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ പേടിക്കുമ്പോൾ ഒരു പ്രൈവസിയും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ എവിടെ ഇരുന്നാലും, ഏത് മാളത്തിലിരുന്നാലും, ഏത് പൊത്തിലിരുന്നാലും, ഏത് കോട്ടയിലിരുന്നാലും, ഒരു ലാപ്ടോപ്പുമായി അല്ലെങ്കിൽ ഒരു മൊബൈലുമായി നാം എവിടെ ചെന്നിരുന്നാലും നമ്മളെ ആരും കാണുന്നില്ല എന്നൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഇല്ല, സർവാധിപനായ റബ്ബിന്റെ കാഴ്ച നിന്നിൽ പതിക്കുന്നുണ്ട്. അള്ളാഹു നോക്കുന്നത് നിന്റെ കൽബിലേക്കാണ്. കൽബിലേക്ക് നോക്കാൻ ഒരു കാരണമുണ്ട്. നീ കൈകൊണ്ട് പ്രവർത്തിച്ചാൽ, കണ്ണുകൊണ്ട് കണ്ടാൽ, നാവ് കൊണ്ട് സംസാരിച്ചാൽ ആ കാണുന്നത് മുഴുവനും വരുന്നത് നിന്റെ കണ്ണിൽ നിന്നാണ്. നീ ചെയ്യുന്നത് നിന്റെ കൽബിൽ നിന്നാണ്. നീ ചെയ്യുന്നത് മുഴുവനും വരുന്നത് നിന്റെ കൽബിൽ നിന്നാണ്. നീ പറയുന്നത് മുഴുവനും വരുന്നത് നിന്റെ കൽബിൽ നിന്നാണ്. ആ കൽബാണ് നിന്റെ ശരീരത്തിന്റെ ഹാർഡ് ഡിസ്ക്. ആ ഹാർഡ് ഡിസ്കിലാണ് പലതും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പലതും സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സേവ് ചെയ്ത ഫയലുകൾ എപ്പോഴും നിന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സർവാധിപനായ റബ്ബിന്റെ കാഴ്ചയെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൻ യൻദുറല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, ഏകാന്തതയിൽ ആരാരും കാണാനില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യനിരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ ലോകത്ത് എവിടെയുമില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? അതതിന്റെ കൂടെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു വന്നു. നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല, പിന്നെ ആരാണ്? സർവാധിപനായ അല്ലാഹുവാൻ. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പിശാചിൽ നിന്ന് അഭയം തേടാൻ പഠിപ്പിച്ചൊരു സൂറത്ത്. ആ സൂറത്തിന്റെ ശൈലി നിങ്ങൾ നോക്ക്. അല്ലാഹു തആല പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് സർവാധിപനായ റബ്ബിനെ 3 വിശേഷണങ്ങൾ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്നാണ്. രണ്ടാമത്തത് മനുഷ്യന്റെ ഭരണാധികാരി എന്നാണ്. മൂന്നാമത് പറഞ്ഞത് ഇലാഹിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മൂന്നാമത് പറഞ്ഞത് മനുഷ്യന്റെ ദൈവം എന്നാണ്, മനുഷ്യന്റെ ആരാധ്യൻ എന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അതുപോലെ തന്നെ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവൻ, മനുഷ്യനാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. ഈ 3 വിശേഷണം പറഞ്ഞുകൊണ്ടാണ് പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്.
എന്താണ് ഇതിന്റെ കാരണം? അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ റബ്ബാണെന്ന ബോധമുണ്ടെങ്കിൽ, നമ്മുടെ സൃഷ്ടിപ്പ് അവന്റെ അധികാരത്തിലാണെന്ന ബോധമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം അവന്റെ നിയന്ത്രണത്തിലാണെന്ന ബോധമുണ്ടെങ്കിൽ, രണ്ടാമത് അവൻ നമ്മുടെ രാജാവാണ്, അവനാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ, മൂന്നാമത് അവൻ നമ്മുടെ ഇലാഹാണ്, നാം അവനെ ആരാധിക്കേണ്ടവരാണ് എന്ന ബോധം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഈ മൂന്ന് ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ തന്നെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിക്കുമെന്ന തത്വം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ സൂറത്തുൻ നാസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം അള്ളാഹു സൃഷ്ടിക്കുന്നവനെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതം, അതിന്റെ കേവലം ചെറിയ ഒരു ഭാഗം ഈ ഹൃദയത്തെക്കുറിച്ചും അതുപോലെ തന്നെ കിഡ്നിയെക്കുറിച്ചും ലിവറിനെ കുറിച്ചും തലച്ചോറിനെ കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മനുഷ്യ ശരീരത്തിന്റെ മഹാത്ഭുതങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിന്റെയും നിയന്ത്രണത്തിന്റെയും മഹാത്ഭുതങ്ങളുടെ ലോകം നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോക്ക്, ആ ഇലാഹ് തന്നെ മലിക്കിന്നാസ് എന്ന് പറഞ്ഞാൽ ആരാണ് ആ ഇലാഹ്? ആ ഇലാഹ് മനുഷ്യന്റെ ഭരണാധികാരിയാണ്, രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു രാജാവിനുള്ള പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ 3 അതിൽ ഒന്ന്, രാജാവ് പ്രജകൾക്ക് നിയമമുണ്ടാക്കി കൊടുക്കണം. സൃഷ്ടാവായ റബ്ബ് ലോകത്ത് ഒരു രാജാവ് ഉണ്ടാക്കാത്ത വിധം സർവകാലികമായ നിയമം പരിശുദ്ധമായ ഇസ്ലാമിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ ഇക്കാലം വരെ ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും അക്കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് പാകപ്പെടുത്തിയ നിയമങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇക്കാലം വരെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സമൂഹത്തിന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു തആല സർവകാലികമായ ഒരു നിയമം അങ്ങ് അവതരിപ്പിച്ചു കൊടുത്തു. ആ നിയമം എന്ന് പറഞ്ഞത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നിട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് എത്ര തവണ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ഭരണഘടന നാളിതുവരെ ഒരു ഭേദഗതിയും കൊണ്ടുവന്നിട്ടില്ല, ഒരു ഭേദഗതിക്കും ആവശ്യമായി വന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ എന്ന അടിയാധാരം, ഭരണഘടനയുടെ അടിയാധാരം, ഒരു വള്ളിക്ക് പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ഈ സമൂഹം അത് ഓതിയത്, എങ്ങനെയാണോ ഈ സമൂഹം അത് ശ്രവിച്ചത്, അതുപോലെ വർത്തമാനകാലത്തെ സമൂഹവും അത് വായിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭേദഗതികൾക്ക് വിധേയമല്ലാത്ത പരിശുദ്ധമായ ഖുർആൻ എന്ന ഭരണഘടനയുടെ അടിയാധാരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചു. മാത്രമല്ല, ആ അടിയാധാരത്തിന്റെ ഭരണഘടനയുടെ വിശദീകരണം 23 കൊല്ലത്തെ ജീവിതത്തിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു തരികയും ചെയ്തു. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട നിയമം ലോകത്ത് ഒരിക്കലും ഇനി മാറ്റത്തിരുത്തലുകൾക്ക് ആവശ്യമില്ലാത്ത വിധം അന്ന് സമ്പൂർണമായി അവതരിപ്പിച്ച നിയമം, ആ നിയമം അവതരിപ്പിച്ച രാജാവാണ് അള്ളാഹു. ഏതൊരു രാജാവിന്റെ ഒന്നാമത്തെ പണി തന്റെ പ്രജകളുടെ ജീവിത ഗുണത്തിന്, ആ ജീവിതം സംശുദ്ധമാകുന്നതിന്, അത് സുരക്ഷിതമാകുന്നതിന് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. ആ നിയമങ്ങൾ സർവാധിപനായ അള്ളാഹു ഈ ലോകത്ത് അവതരിപ്പിച്ചു തന്നു. മാത്രമല്ല, രാജാവിന്റെ രണ്ടാമത്തെ പണി പ്രജകൾ ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ഈ നിയമം എത്ര കണ്ട് പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കലാണ്. അത് ലോകത്ത് ഒരു ഭരണാധികാരിക്കും ഒരു രാജാവിനും ചെയ്യാൻ പറ്റാത്ത വിധം പരിശുദ്ധവാൻ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജാവ് ഈ ലോകത്ത് ഓരോ മനുഷ്യന്റെ കൂടെയും 2 വീതം ഉദ്യോഗസ്ഥന്മാരെ വെച്ച് റഖീബ് അതീദ് അലൈഹിമസ്സലാമിലൂടെ ഈ ലോകത്തെ മനുഷ്യൻ എത്ര കണ്ട് നിയമം അനുസരിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൗതിക ലോകത്തെ രാജാക്കന്മാർ ഇവിടെ നിയമം എത്ര കണ്ട് അനുസരിക്കുന്നു എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പൂർണ്ണമായി അത് പരിശോധിക്കാൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ റഡാറുകൾ സ്ഥാപിക്കാറുണ്ട്. സർക്കാർ ഓഫീസുകളിൽ അതുപോലെ തന്നെ
മറ്റു പ്രധാനപ്പെട്ട ഓഫീസുകളിലെല്ലാം ചിലപ്പോൾ പഞ്ചിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാറുണ്ട്. അതുപോലെ തന്നെ സുപ്രധാനമായ സ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കാറുണ്ട്. ഇങ്ങനെ ക്യാമറകളിലൂടെയും റഡാറുകളിലൂടെയും ടെലിവിഷനുകളിലൂടെയും അങ്ങനെ തുടങ്ങി ഈ ലോകത്ത് ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഭൗതിക രാജാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിൽപ്പെടാത്ത എത്രയോ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറ്റവാളിയെ കണ്ടെത്താൻ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒത്തുകൂടി അന്വേഷിച്ചാൽ പോലും കണ്ടെത്താൻ കഴിയാത്ത പല കുറ്റവാളികളും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. പക്ഷേ സൃഷ്ടാവായ അള്ളാഹു രാജാവാണെന്ന് പറഞ്ഞാൽ നിയമം അവതരിപ്പിച്ചിരുന്നതിന്റെ അപ്പുറത്ത് ഈ ലോകത്ത് ആരെല്ലാം നിയമം പാലിക്കുന്നുണ്ട് എന്ന് സൃഷ്ടാവായ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിന്റെ വ്യാപ്തിയാണ് ഞാൻ പറഞ്ഞത്. അത് ക്യാമറ കണ്ണുകളിലൂടെയല്ല അള്ളാഹുവിന്റെ നിരീക്ഷണം. നേരെ മറിച്ച് ഓരോരുത്തരുടെ കൂടെയും അള്ളാഹു 2 ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് സൃഷ്ടാവായ അള്ളാഹു തന്നെ ഓരോ മനുഷ്യന്റെ കൽബും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ സംവിധാനമുള്ള മറ്റ് ഏതൊരു രാജാവുണ്ട് ഈ ലോകത്ത്? ഈ രാജാവിനെ പരിചയപ്പെടുത്തിയിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളേത് പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാലും, നിങ്ങളേത് ആസ്വാദനങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടാലും, നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും, നിങ്ങൾ ഏത് കൂരിരുട്ടത്ത് ഏത് ശക്തമായ കോട്ടയുടെ ഏത് ഉള്ളറയിൽ ചെന്നിരുന്നാലും, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ്, ആ രാജാവ് നിശ്ചയിച്ച 2 ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. അവര് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, അവര് നിങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല രാജാവിന്റെ 3ാമത്തെ പണി എന്താണ്? നിയമം കൊടുക്കുകയും എത്ര കണ്ട് പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്താൽ നിയമലംഘനം നടത്തിയവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലുണ്ട്, അതുപോലെ തന്നെ ലോകത്ത് നടപ്പിലുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും അതിന് വ്യവസ്ഥകളുണ്ട്. അതേ സ്ഥാനത്ത് അതിന്റെ അപ്പുറത്ത് നിയമം ലംഘിക്കുന്ന ആളുകളെ ശിക്ഷിച്ചാൽ മാത്രം പോരാ, നിയമം അനുസരിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കണമെന്ന ചിന്താഗതി കൂടി സർവാധിപനായ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചു. അള്ളാഹു പറയുന്നത് നിയമം അനുസരിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്നാണ്. ആ സമ്മാനമാകട്ടെ ശിക്ഷയേക്കാൾ വിപുലമായതാണ്. എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്നവർക്ക് എത്ര കണ്ട് ശിക്ഷ കൊടുക്കുന്നുവോ അതിന്റെ എത്രയോ ഇരട്ടിയാണ് നിയമം അനുസരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുന്ന രാജാവിനെ ലോകത്ത് നമുക്ക് എവിടുന്നെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്നാൽ ശിക്ഷയാണെങ്കിലോ അത് കടുത്തതുമാണ്. ലഇൻ ശക്കർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹൃദയം തന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് കിഡ്നി തന്നിട്ട്, നാം നിങ്ങൾക്ക് ലിവർ തന്നിട്ട്, നാം നിങ്ങൾക്ക് തലച്ചോറ് തന്നിട്ട്, നാം നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ്വ ചുറ്റുപാടുകളും തന്നിട്ട്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ നിങ്ങളുടെ ടാങ്കിലേക്ക് ഒഴിക്കാൻ പറ്റിയ ഇന്ധനങ്ങളെ ഞാൻ പടച്ചു തന്നിട്ട്, നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടികൾ നാം നിർവഹിച്ചു തന്നിട്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന്റെ പുറമെ ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം, അതിന് അനുമതി തന്നതിന്റെ പുറമെ നിങ്ങൾക്ക് ചില ഡ്യൂട്ടികൾ തന്നപ്പോൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങളെ വിപരീതമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്നാദാബി ലശദീദ്, എന്റെ ശിക്ഷ വലുതാണ്, അത് ഗൗരവമുള്ളതാണ് എന്ന കേവലം ഒരൊറ്റ താക്കീദിന്റെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒതുക്കിക്കളയുമ്പോ ആ ശിക്ഷയുടെ വിശദീകരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരക്കണക്കിന് തിരുവചനങ്ങളിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശിക്ഷയെക്കുറിച്ച് കേട്ടവൻ, സർവാധിപന്റെ നിരീക്ഷണത്തെ കുറിച്ച് കേട്ടവൻ, സർവാധിപന്റെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആ ഫയലുകൾ നാളെ ഹാജരാക്കും കോടതിയിൽ എന്നത് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ആസ്വാദനത്തിന്റെ ലോകത്തൂടെ സഞ്ചരിച്ച് സർവാധിപനായ അള്ളാഹുവിനെ മറക്കാൻ സമയമുണ്ടാകുക? എങ്ങനെയാണ് അത്തരമൊരു മനുഷ്യന്, ഈമാനുള്ള ഒരു മനുഷ്യന് ആ ലഹരിയുടെയും മദ്യത്തിന്റെയും പിന്നാലെ പോകാൻ കഴിയുക? എങ്ങനെയാണ് ഈമാനുള്ള ഒരു മനുഷ്യന് പ്രലോഭനത്തിന്റെ പിന്നാലെ പോയി സർവാധിപനായ റബ്ബിന്റെ നിയമങ്ങളെ വിസ്മരിക്കാൻ സാധിക്കുക? ഈ ഉറച്ച സന്ദേശം ഈ സമൂഹത്തിന് സമ്മാനിക്കുക വഴി ലോകത്തെ പ്രലോഭനങ്ങളിൽ പൊലിയുന്ന എല്ലാ യൗവനങ്ങളെയും നിയന്ത്രിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം എന്ന ഈ നിയമ വ്യവസ്ഥക്കുള്ളത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് യാതൊരു പാകപ്പിഴവുകളുമില്ല, ഇതിന് ന്യൂനതകളില്ല, ഇതിന് വൈകല്യങ്ങളില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്.
പക്ഷേ ഇവിടെ എന്താ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പല ആളുകളും ഇവിടെ കാര്യങ്ങളെ തെറ്റായ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയും പലർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തിക്കുകയും, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആസ്വദിക്കാനും ഇഷ്ടം പോലെ ജീവിക്കാനുമുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്ത് അപകടം വരികയാണ്. ഇവിടെ അതിന്റെ തിക്തഫലം സമൂഹം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു കാര്യം, നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഈ സമൂഹത്തിന്റെ അധാർമിക പ്രവർത്തനങ്ങളുടെ തിക്തഫലങ്ങൾ എത്രയോ രൂക്ഷമാണ്, എത്രമേൽ വലുതാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ ആഹ്ലാദിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ മാത്രം സമയം കണ്ടെത്തുകയും എന്റർടൈൻമെന്റിന്റെ ലോകത്ത് എല്ലാം മറന്ന് ചെലവഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് എന്റർടൈൻമെന്റിന്റെ വസ്തുക്കളിൽ ഏറ്റവും ഒന്നായി ഈ ലോകത്തെ പല അധാർമികരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിഭാഗത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന രീതിയിൽ ലോകത്ത് വലിയ സ്ഥാനത്ത് നിർത്തിയ മതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തി പരിചയപ്പെടുത്തി തന്ന പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പലരും സ്ത്രീയെ കാണുന്നത് കേവലം ഒരു എന്റർടൈൻമെന്റ് എക്യുപ്മെന്റ് ആയിട്ടാണ് എന്ന് പറയേണ്ടി വരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവാകാൻ ഭാഗ്യം ലഭിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പറയുന്ന മഹാലോകമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ല സമ്പാദ്യം പടച്ച റബ്ബിന്റെ നിയമവ്യവസ്ഥകളോട് പൊരുത്തപ്പെടുന്ന തെക്കുവയുള്ള മനസ്സാണ്. രണ്ടാമത്തെ സമ്പാദ്യം സൽവൃത്തയായ പെണ്ണാണെന്ന് പഠിപ്പിച്ച് സ്ത്രീയുടെ ആദരം വാനോളം ഉയർത്തി പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നു. സത്യം അങ്ങനെയല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള പല വിഷയങ്ങൾക്കും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമില്ല. പുരുഷന് സ്വാതന്ത്ര്യമുള്ള പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. പുരുഷനെ അള്ളാഹു പടച്ചു, പെണ്ണിനെയും അള്ളാഹു പടച്ചു. രണ്ടാളെയും പടച്ചതിൽ പടച്ചറപ്പിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന്, ആ ലക്ഷ്യങ്ങൾ പൂവണിയുന്നതിന്, ആ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിന് ആവശ്യമായ ചില ശാരീരിക പ്രകൃതിയും മാനസികാവസ്ഥയും അല്ലാഹു തആല ആണിനും പെണ്ണിനും കൊടുത്തു. ആ മാനസികാവസ്ഥക്കും ആ ശാരീരിക പ്രകൃതിക്കും ആവശ്യമായ തരത്തിലുള്ള നിയമങ്ങൾ അല്ലാഹു രണ്ടുപേർക്കും ഏർപ്പെടുത്തി എന്നതാണ് സത്യം. ഇവിടെ പെണ്ണിന് പുറത്തു പോകാൻ അധികാരമില്ല, അവകാശമില്ല എന്നതിനെ സ്വാതന്ത്ര്യ നിഷേധമായി കാണുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, പരിശുദ്ധ ഇസ്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പെണ്ണിന് മാത്രമല്ല, ആണിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ 100 പവൻ സ്വർണമുണ്ടെന്ന് സങ്കല്പിക്കുക. 100 പവൻ സ്വർണ്ണാഭരണമുള്ള പെണ്ണ് തന്റെ ശരീരത്തിൽ വെച്ച് കെട്ടാൻ കഴിയാതെ ആ സ്വർണ്ണാഭരണങ്ങളിൽ പലതും തന്റെ അലമാറയിൽ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ, ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പാർട്ടിക്കോ പോകുന്ന ഭർത്താവ് താൻ വീട് വിട്ടിറങ്ങുമ്പോ തന്റെ ഭാര്യയുടെ ആഭരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ മോതിരമെടുത്ത് എന്റെ ചെറുവരലിൽ ഇടട്ടെ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമോട് ഇടപെടുകയാണ്. ഇസ്ലാം അവനോട് പറയുന്നത് നിനക്കത് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നാണ്. അവൻ എന്താ ചിന്തിക്കുന്നത്? എന്റെ ഭാര്യക്ക് 100 പവൻ അണിയാൻ സ്വാതന്ത്ര്യം കൊടുത്തപ്പോ എനിക്ക് കേവലം 2 ഗ്രാം വരുന്ന അല്ലെങ്കിൽ 1 ഗ്രാം വരുന്ന മോതിരം അണിയാൻ സ്വാതന്ത്ര്യമില്ലെന്നോ? അതെ, അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. പെണ്ണ് സ്വർണം ധരിച്ചോട്ടെ, അതിനവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നീ സ്വർണം ധരിക്കരുത്, അത് നിനക്ക് സ്വാതന്ത്ര്യമല്ല. കാരണം നിന്നെ പടച്ച റബ്ബ് നിന്നെ കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. അതുപോലെ പെണ്ണിനെ പടച്ചപ്പോ പെണ്ണിനെ കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ പെണ്ണിന്റെ
പെണ്ണിന്റെ ഡ്യൂട്ടി, ആ പെണ്ണ് നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ, അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന സ്വാതന്ത്ര്യമാണ് പെണ്ണിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അവൾക്ക് ആഭരണം ധരിക്കുന്നതിന് വിരോധമില്ല. നിന്നെ സൃഷ്ടിച്ചപ്പോ നിനക്ക് ചില ഡ്യൂട്ടികൾ തന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന സ്വാതന്ത്ര്യമേ നിനക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് നീ ആഭരണം ധരിക്കാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഇനിയും നിങ്ങൾ നോക്ക്, ഉച്ചക്ക് പാട്ട് കഴിഞ്ഞ് വന്ന ഭർത്താവ് 3 മണി സമയത്താണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ആ വീട്ടിലെത്തിയ ഭർത്താവ് 3 മണി കഴിഞ്ഞപ്പോ ഭാര്യയുടെ കൂടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നതാണ്. 3:30 മണിക്ക് പള്ളിയിൽ നിന്ന് അസർ ബാങ്ക് കൊടുക്കുന്നു. ഉറങ്ങിയിട്ടില്ല, ചെറിയൊരു മയക്കം വന്നതേ ഉള്ളൂ. ആ അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിന് പുരുഷനോട് പറയാനുണ്ട്, ഓ മനുഷ്യ, നിനക്കിനി കിടക്കാൻ സ്വാതന്ത്ര്യമില്ല, നീ എഴുന്നേൽക്കണം, നീ പള്ളിയിലേക്ക് പോകണം. ആ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന വാങ്ങിന്റെ പടച്ചറപ്പിന് ചെയ്യേണ്ട ആരാധനയിലേക്ക് നിന്നെ വിളിക്കുന്ന പരിശുദ്ധമായ വാങ്ങിന്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് നിനക്കിനി വിശ്രമിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന മതം ഒരിക്കലും അടുത്ത് കിടക്കുന്ന പെണ്ണിനെ വിളിച്ച് പെണ്ണെ നീ പോകണമെന്ന് പറയുന്നില്ല. അത് പെണ്ണിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആഭരണം അണിയാൻ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ബാങ്ക് വിളിക്കുന്ന നേരത്തെ വിശ്രമിക്കാൻ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പെണ്ണിനോട് വെയിൽ കൊണ്ട് പള്ളിയിൽ പോകണമെന്ന് പറയുന്നില്ല. അപ്പെണ്ണിനോട് പറയുന്നത്, നീ കഷ്ടപ്പെടണ്ട, നീ വീടിന്റെ ഉള്ളറയിൽ വെച്ച് പുറത്തിറങ്ങി പോകാതെ, നടക്കാതെ, വെയിൽ കൊള്ളാതെ, ക്ഷീണിക്കാതെ, വിയർക്കാതെ നിന്റെ വീടിന്റെ മേൽക്കൂരക്ക് താഴെ നീ സ്വസ്ഥമായി നിന്റെ റൂമിൽ വെച്ച് നിസ്കരിച്ചോ. നിന്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ പരലോകത്ത് എത്ര പ്രതിഫലമാണോ ആ ഭർത്താവിന് കിട്ടുന്നത്, സമാനമായത് നിനക്ക് കിട്ടുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെയാ പെണ്ണിനെ ഇകഴ്ത്തിയത്? എവിടെയാണ് പെണ്ണിനെ താഴ്ത്തിയത്? എവിടെയാണ് പെണ്ണിന്റെ സ്വാതന്ത്ര്യം കുറച്ചത്? പക്ഷേ പെണ്ണിനും ആണിനും അവർക്ക് ചില ഡ്യൂട്ടികളും കർത്തവ്യങ്ങളും ഉണ്ട്. ആ ഡ്യൂട്ടി നിർവഹണത്തിന് ആവശ്യമായ നിയന്ത്രണങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ നല്ല നടപ്പിന് ആവശ്യമായ നിയന്ത്രണങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങളെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വർത്തമാനകാല സാഹചര്യത്തിലെ ഇത്തരം നെറികേടുകൾ നോക്കിയിട്ട് ഇസ്ലാമിന്റെ ആശയത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രലോഭനങ്ങളിൽ പൊലിയുന്ന യൗവനങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പ്രലോഭനങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ യുവതികളും പെൺകുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളടക്കമുള്ളവർ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റർടൈൻമെന്റിന്റെ ലോകത്ത് സമയം ചെലവഴിച്ച് അപകടങ്ങളിൽപ്പെട്ട് എല്ലാവിധ പേക്കൂത്തുകൾക്കും ഇരയായി മനുഷ്യൻ ഈ ലോകത്ത് ഒന്നിനും കൊള്ളാത്ത ചരക്കായി എതപ്പതിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകരുതെന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ബോധനം മനുഷ്യർക്കിടയിലേക്ക്, സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന പ്രമേയവുമായി നമ്മുടെ സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ ഒരു ബൃഹത്തായ ക്യാമ്പയിൻ നടത്തുകയാണ്. അതിന്റെ പ്രഖ്യാപന സമ്മേളനം അടുത്ത ശനിയാഴ്ച കോഴിക്കോട് വെച്ച് നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേറുന്ന പ്രശ്നങ്ങൾക്ക്, വേണ്ടാത്തരങ്ങളിൽ കുടുങ്ങി ഈ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും വേദനകളും അതുപോലെ തന്നെ ദുരിതങ്ങളും സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇത്രമേൽ പരാജയത്തിലേക്കും അധർമ്മങ്ങളിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ആവശ്യമായ പരിശുദ്ധമായ നിയമങ്ങളുടെ സൗന്ദര്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സംഘടന വെച്ച ക്യാമ്പയിനിലൂടെ നമുക്ക് നമ്മുടെ നാടിനെ നിർമ്മിക്കാൻ ഇത്തരം യൗവനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മദ്യത്തിൽ നിന്നും മദിരാക്ഷിയിൽ നിന്നും അതുപോലെ തന്നെ മയക്കുമരുന്നിൽ നിന്നും ആസ്വാദനങ്ങളിൽ നിന്നും ആഹ്ലാദങ്ങളിൽ നിന്നും പിന്നോട്ട് കൊണ്ടുവന്ന് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ആവശ്യമായ എല്ലാ ഊർജങ്ങളും നൽകപ്പെട്ട ഒരു വിഭാഗമായി നമ്മുടെ യുവത്വത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് SYS ഇങ്ങനെയുള്ള സംരംഭവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അർഹമുർ-റാഹിമീനായ റബ്ബ് അത്തരമൊരു പ്രവർത്തനങ്ങളുടെ പിന്നിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കാനുള്ള മാനസിക വിശാലത നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വളരെ പ്രൗഢമായി സുന്നി ഗ്ലോബൽ വോയിസ് നടത്തുന്ന പ്രലോഭനങ്ങളിൽ പൊലിയുന്ന യൗവനങ്ങൾ എന്ന പ്രൗഢമായ ചർച്ചയുടെ ആരംഭ ദിവസമായ ഇന്ന് അൽഹംദുലില്ലാഹ് വളരെ സുന്ദരമായ രീതിയിൽ വിഷയാവതരണം നടത്തി നേരത്തെ പ്രഭാഷണം നടത്തിയ ഒന്നരായ ബാക്കവി ചുവേലി ഉസ്താദ്, അതിനുശേഷം ഇസ്ലാമിൻ്റെ സുന്ദരമായ കാഴ്ചപ്പാടും വർത്തമാനകാല സാഹചര്യങ്ങളിലേക്ക് കൂടുതൽ യൗവനങ്ങളെ ധാർമ്മിക പാതയിലേക്ക് ആനയിക്കുന്ന സുന്ദരമായ ഇസ്ലാമിൻ്റെ സന്ദേശം വരച്ചു കാട്ടുന്ന പ്രഭാഷണം ആനുകാലിക സംഭവ വികാസങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച വന്യരായ കോട്ടൂർ ഉസ്താദിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലുസുന്നയുടെ ഖിദ്മത്തിലായി പ്രിയപ്പെട്ട ഉസ്താദിനും അതുപോലെയുള്ള അഹ്ലുസുന്നയുടെ നായകർക്കൊപ്പം നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് ആത്മീയ കേരളത്തിൻ്റെ അജയ്യനായ നായകൻ മഹാനായ സ്വലാത്ത് നഗറിൻ്റെ അമരക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു. വന്യരായ സയ്യിദ് അവറുകൾ ആദരപൂർവ്വം STVയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സുന്നി ഗ്ലോബൽ ക്ലാസ് റൂം, സുന്നി ഗ്ലോബൽ ക്ലാസ് റൂം എന്നല്ല, സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂം പ്രേക്ഷകരെ, നമ്മുടെ ക്ലാസ് റൂം തുടങ്ങി വെച്ച ക്യാമ്പയിൻ ആത്മഹത്യക്കെതിരെ എന്ന ഈ ക്യാമ്പയിൻ വളരെ കാലികവും പ്രസക്തവുമാണ്. ഇന്ന് ലോകത്ത് ഒരു ദിവസം 1 മില്യൺ ഫീസഡ് 10 ലക്ഷം ആത്മഹത്യയാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. ആദ്യകാലങ്ങളിലൊക്കെ ആത്മഹത്യാ സ്വഭാവം കണ്ടിരുന്നത് അക്ഷരാഭ്യാസമില്ലാത്തവരും സംസ്കാരരഹിതരുമായിരുന്നു. ഇന്ന് ഹൈ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ വലിയ വലിയ ബുദ്ധിജീവികളും സയന്റിസ്റ്റുകളും ഉന്നതരും ആത്മഹത്യാ മനോഭാവം പലരും വർദ്ധിച്ചു വരികയാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഈ സ്വഭാവം കൂടുതലും കണ്ടുവരുന്നത്. ആത്മഹത്യ എന്തിന്, പരിഹാരമാർഗം എന്ത് എന്ന് മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മം തൊട്ട് മരണം വരെയും എല്ലാം അല്ലാഹു പ്രയാസങ്ങൾ, വിഷമങ്ങൾ എണ്ണിപ്പറയുന്നവർ അനുഗ്രഹങ്ങൾ വിസ്മരിക്കുന്നു എന്നതാണ് വസ്തുത.
നൈമിഷികമായ അസ്വസ്ഥതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പരീക്ഷാ തോൽവി, സാമ്പത്തിക പരാജയം, പ്രേമനൈരാശ്യം, ഇങ്ങനെ പല കാരണങ്ങളും ആത്മഹത്യക്കുണ്ടെങ്കിലും അടുത്തു നടന്ന ഒരു സർവേ വ്യക്തമാക്കിയത് the family problems are main reason for suicide. ആത്മഹത്യക്ക് ഏറ്റവും പ്രധാന കാരണം കുടുംബ കലഹങ്ങളാണ്. കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനാണ്. കുടുംബത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം മറ്റൊരു മതവും നൽകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ മനുഷ്യർ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം സ്വപ്നം കാണുന്നത് തിരമാലകളില്ലാത്ത കടലുകളോ സൂര്യനില്ലാത്ത പകലോ സ്വപ്നം കാണുന്നത് പോലെയാണ്. ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴും മരണാനന്തരം സ്വർഗത്തിൽ കിടക്കുമ്പോഴുമല്ലാതെ ഈ രണ്ടിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ജീവിതം പ്രശ്ന സങ്കീർണങ്ങളാണ്. പക്ഷേ എപ്പോഴും മനുഷ്യർ പ്രശ്നങ്ങളെക്കാൾ അനുഗ്രഹങ്ങളാണ് ആലോചിക്കേണ്ടത്. നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കാൻ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ സഹോദരിമാരും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഒരു കുഞ്ഞിനെ ലഭിക്കാൻ എത്ര ലക്ഷങ്ങളും കോടികളും അവർ ചെലവഴിക്കും. പക്ഷേ കുഞ്ഞിറന്ന് വീണമെങ്കിൽ പ്രസവിക്കേണ്ടതുണ്ട്, മരണത്തിന്റെ പാതി വേദന സഹിക്കേണ്ടതുണ്ട്. അതറിഞ്ഞാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സന്താനോൽപാദനത്തിന് ശ്രമിക്കുന്നത്. പക്ഷേ അത് നിസ്സാരമായി തോന്നുന്നത് അതിലൂടെ ലഭിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന ഒരു പ്രശ്നമേ അല്ല എന്ന പോലെ ഏതേത് പ്രശ്നങ്ങളുടെയും പിന്നിൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. മനുഷ്യന് കണ്ണു നൽകി, കാതു നൽകി, കൈകൾ, കാലുകൾ, ആട്ട്, കിഡ്നി, അങ്ങനെ ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളും, കുടിക്കാൻ വെള്ളം, ശ്വസിക്കുന്ന വായു, താമസിക്കുന്ന ഭൂമി, അവന്റെ നാട്, വീട്, കുടുംബം, തറവാട്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനേകായിരം അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് മനുഷ്യന്റെ ജീവൻ. ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ആ ജീവൻ സംരക്ഷിക്കാൻ സർവസ്വം സമർപ്പിക്കണം. ജീവൻ നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ വലിയ ദുഷ്ടൻ ലോകത്തില്ല. അല്ലാഹു പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിൽ പഠിപ്പിക്കുന്നത് മൻ അഹ്യാ നഫ്സൻ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ലോകത്ത് ഏതെങ്കിലും ഒരു ജീവൻ സംരക്ഷിക്കാൻ വല്ലതും ചെയ്തെങ്കിൽ അതിന്റെ പ്രതിഫലം ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ജീവിപ്പിച്ച പുണ്യം അല്ലാഹു തആല നൽകുമെന്ന്. അതേ സ്ഥാനത്ത്
തന്റെ ശ്രമഫലമായി വല്ല ജീവനും വല്ല അപകടവും സംഭവിച്ചാൽ അതിന്റെ ശിക്ഷ ചെറുതല്ല. ലോകത്ത് അനേകായിരം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും 7 സപ്തദോഷങ്ങൾ, മഹാപാപങ്ങൾ, സമൂൽ മൂബിഖാത്ത്. മൂബിഖാത്ത് എന്നാൽ തന്റെ ജന്മകാലമുള്ള എല്ലാ സൽക്രമങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ മേഖലകളും എല്ലാം നിഷ്ഫലമാക്കി കളയുന്നതാണ്. പാരത്രിക ജീവിതത്തിൽ ഒന്നിനും ഒരു പ്രതീക്ഷയുമില്ലാത്ത രൂപത്തിൽ അങ്ങനെ 7 മഹാപാപങ്ങളാണ്. അതിൽ ഏറ്റവും വലുതാണ് ഒരു ജീവൻ വല്ല വിധേനയും നശിപ്പിക്കുക എന്ന്. ആ നശിപ്പിക്കുന്നത് സ്വന്തം ജീവിതം നശിപ്പിക്കുക എന്നത് അള്ളാഹുവിനോട് മത്സരിക്കലാണ്. അള്ളാഹുവിനോട് മത്സരിച്ചവരാരും വിജയിച്ചിട്ടില്ല. അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾ, ഈ പ്രപഞ്ചം പരീക്ഷാ ഹാളാണ്. ഖുർആൻ പറയുന്നത് وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. സമൂഹമേ, പറയാ ഈ പ്രപഞ്ചം പരീക്ഷാ ഹാളാണ്. ഇവിടത്തെ വിജയവും പരാജയം നൈമിഷികം മാത്രമാണ്. ഇവിടെ ഐശ്വര്യവും ആരോഗ്യവും മുന്നേറ്റങ്ങളും എല്ലാം ശ്വാസതമല്ല. ഇവിടുത്തെ അനാരോഗ്യവും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതും ശ്വാസതമല്ല. പരീക്ഷാ ഹാളിൽ പരീക്ഷാർത്ഥികൾ പല ക്വസ്റ്റ്യനുകളായിരിക്കും, പല അവസ്ഥകളായിരിക്കും. ചിലപ്പോൾ ഫാനും കാറ്റുമില്ലാത്ത ചുട്ടുനീറുന്ന പരീക്ഷാ ഹാളിലിരുന്ന് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥി റിസൾട്ട് വരുമ്പോൾ ഉന്നത സ്ഥാനത്തായിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സ്ഥലത്ത് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥി റിസൾട്ട് വരുമ്പോൾ പരാജിതരായിരിക്കും. റിസൾട്ടാണ് ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷാ ഹാളല്ല. എന്ന പോലെ ഈ ജീവിതം മുഴുവനും പരീക്ഷാ ഹാളാണ്. ആ പരീക്ഷാ ഹാളിൽ ഖുർആൻ പറഞ്ഞ പോലെ وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉപ്പമ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ അവർ റൂഹിനെ പിടിച്ചു ലോകങ്ങൾ നൽകിയും ബിസിനസ്സുകളും മറ്റു പല നഷ്ടങ്ങൾ സംഭവിക്കും. എന്തു വന്നാലും അതിനെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സന്നദ്ധരാകുക. മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ എല്ലാ മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ബിൽഡിംഗ് തകർന്ന് എല്ലാ മക്കളും മരിച്ചു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മക്കളെല്ലാം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ പ്രതികരണം
അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദാ വഅഖദനി മിന്നി. അവിടെ എന്തെങ്കിലും ടെൻഷനോ അസ്വസ്ഥതകളോ പ്രകടിപ്പിക്കാതെ എന്റെ കുട്ടികളെല്ലാം മരിച്ചുപോയില്ലേ, ഇനി ഞാനിങ്ങനെ ജീവിക്കും, എന്നാര് സംരക്ഷിക്കും, ഇനി കുട്ടികൾ പിറക്കുമോ, ഞാൻ വാർദ്ധക്യത്തിലെത്തിയില്ലേ, യുവത്വം നഷ്ടപ്പെട്ടില്ലേ എന്ന അസ്വസ്ഥതകളൊന്നും നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് തീണ്ടിയതേയില്ല. പകരം അപ്പോഴും അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദാ വഅഖദനി മിന്നി. റബ്ബ് തന്ന സന്താനങ്ങൾ ഇത്രയും കാലം അവരെ പരിപാലിക്കാൻ, അവരെ സ്നേഹിക്കാൻ, ലാളിക്കാൻ എനിക്ക് ഭാഗ്യം നൽകിയ റബ്ബ്. എത്രയെത്ര ദമ്പതികൾ വിവാഹം കഴിഞ്ഞു മരണം വരെയും ഒരു പിഞ്ചു പൈതലെ കാണാത്തവരും, ഉള്ള കുഞ്ഞ് പ്രസവ ഗർഭത്തിൽ മരിച്ചവരും, പുറം ലോകത്ത് വന്നവർ, അവരെ കളി ആസ്വദിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് മരിച്ചവർ. എനിക്ക് ഇത്രയും മക്കളെ ഇത്രയും കാലം അള്ളാഹു തന്നില്ലേ? അള്ളാഹു ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തു. ആരെങ്കിലും വല്ല കാശും വല്ലവരിൽ നിന്നും വാങ്ങിയ അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കലാണല്ലോ മര്യാദ. കൊടുക്കാതിരിക്കൽ അത് അക്രമവും അനീതിയുമല്ലേ? ചോദിക്കുമ്പോൾ മാറി നിൽക്കുന്നതും എതിരു പറയുന്നതും അതിനേക്കാൾ വൃത്തികേടും അക്രമവും മറ്റെന്തുണ്ട്? എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എന്റേതും നിങ്ങളുടേതുമല്ല, അള്ളാഹു മാത്രം നൽകിയതാണ്. അള്ളാഹു ചോദിച്ചാൽ ഏത് സമയത്തും സന്തോഷം കൊടുക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുക എങ്കിൽ നമുക്കത് നഷ്ടമല്ല. പാരത്രിക ജീവിതത്തിൽ അതിനേക്കാൾ ഖൈറായ എത്രയെത്രയോ കാര്യങ്ങൾ അള്ളാഹു നൽകും. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക. അള്ളാഹുവിൽ സമർപ്പിക്കുന്നവൻ ഒരിക്കലും ടെൻഷൻ അടിക്കുകയില്ല, ഒരിക്കലും ആത്മഹത്യയിലേക്ക് മുതിരുകയില്ല. അതിന്റെ ശിക്ഷകൾ, ഗൗരവങ്ങൾ ഓർത്താൽ ജീവിതത്തിലൊരിക്കലും ആ വാക്ക് പറയുകയേയില്ല. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇന്ന് പെൺകുട്ടികൾ വാപ്പമാരെ പേടിപ്പിക്കാൻ, ഉമ്മമാരെ നെട്ടിപ്പിക്കാൻ, ഞാൻ ആംബുലൻസിൽ എന്റെ മയ്യത്ത് കൊണ്ടുവരാൻ മോർച്ചറിയിലേക്ക് കൊണ്ടുവെക്കേണ്ടി വരും, റെയിൽവേ ട്രാക്കിൽ കാണുമെന്നൊക്കെ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആ വാക്കുകൾ തന്നെ വളരെ വളരെ ഗുരുതരമായ വാക്കുകളാണ്. തമാശയിൽ പോലും അങ്ങനത്തെ ഒരു വാക്ക് മരണം വരെയും എന്റെ ജീവിതത്തിൽ പറയുകയില്ലെന്ന് റബ്ബിനെ ഓർത്ത് പ്രതിജ്ഞ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. റബ്ബ് നൽകിയ ജീവൻ ചെറിയ നിസ്സാര ഭക്ഷണത്തിന് വേണ്ടി, അമ്മായിമ്മ ശല്യത്തിന് വേണ്ടി, നാത്തൂൻ മോരിന് വേണ്ടി, മരുമകളുടെ പ്രയാസത്തിന് വേണ്ടി, എന്തെങ്കിലും ചെറിയ രോഗങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് എത്രമാത്രം യുക്തിരാഹിത്യമാണ്. ആത്മഹത്യ ചെയ്യലോടുകൂടെ ജീവിതം അവസാനിക്കുന്നതാണ്. നാത്തൂൻ ശല്യവും അമ്മായിമ്മ പോരും മറ്റെല്ലാ പ്രശ്നങ്ങളും തീർന്ന് നേരെ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? അവൻ അനന്തകാലം ഏറ്റവും കഠോരമായ ആ നരകാഗ്നിയിൽ എക്കാലവും കടക്കാൻ കാരണമായി തീരുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്റെ ഈമാൻ ചോർന്നു പോകുന്ന, എന്റെ ഈമാൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു മയ്യത്ത് കൊണ്ടുവന്നാലും നിസ്കരിക്കാറില്ല. പക്ഷേ ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അവർക്ക് ദുആ ചെയ്തതുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ട് തന്നെയും അല്ലാഹു തആല
സ്വീകരിക്കില്ല. അല്ലാഹു തആല അത്രയും വലിയ സന്ദേശമല്ലേ. അവർക്ക് എങ്ങനെ ദുആ ചെയ്യാം? എന്തിന് അവർക്ക് ദുആ ചെയ്യാം? അവർക്ക് ദുആയിൽ വല്ല താല്പര്യവുമുണ്ടോ എന്നല്ലേ അത് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാരണവശാലും ആത്മഹത്യയെക്കുറിച്ച് തമാശ പോലും പറയുന്നു ആലോചിക്കുക, ഗുരുതരമായി ചിന്തിച്ച് അതിൽ നിന്ന് ഒഴിവാക്കുക. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നത് തൂങ്ങിച്ചത്തു എന്താണ്, അഥവാ കോഴി മരിച്ചു എന്നാരും പറയാറില്ല, ആട് അന്ത്യശ്വാസം വലിച്ചു എന്നാരും പറയാറില്ല. മറിച്ച് ആട് ചത്തു, കോഴി ചത്തു എന്ന പോലെ ഒരു മനുഷ്യനല്ല, ഒരു മൃഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഖുർആൻ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല الناس ജമീഅ. ഏതെങ്കിലും ഒരു ശരീരത്തെ വല്ലവരും വധിച്ചെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വധിച്ച കുറ്റപാട് അതിൻ്റെതൊന്ന് ആലോചിച്ച് അതിൽ നിന്ന് ആ പ്രേരണകളിൽ നിന്ന് മാറി നിൽക്കുകയും പകരം മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കാൻ, മനുഷ്യ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, പ്രയാസങ്ങൾ വിഷമങ്ങൾ ദൂരീകരിക്കാൻ ഹൃദയം ശുദ്ധീകരിക്കുക, അല്ലാഹുവിന്റെ ഹൃദയം സമർപ്പിക്കുക. മനുഷ്യന് ലോകത്തൊരായിരം ആഗ്രഹങ്ങളുണ്ട്. പരീക്ഷാ വിജയം, കുടുംബ ഭദ്രത, സാമ്പത്തിക പുരോഗതി, അങ്ങനെ ഒട്ടനെ ആഗ്രഹം. ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ റൂമിൽ കാണുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ, മെർക്കുറി ബൾബുകളും ട്യൂബ് ലൈറ്റും എസിയും ഫ്രിഡ്ജും ഗ്രൈൻഡറും, നമ്മുടെ വീടുകളിൽ എന്തെല്ലാം ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട്, അതെല്ലാം പ്രവർത്തിക്കാൻ ജനറേറ്ററുമായോ ട്രാൻസ്ഫോമറുമായോ കണക്ഷൻ ആവശ്യമാണ്. ജനറേറ്ററുമായി ട്രാൻസ്ഫോമറുമായി കണക്ഷൻ ഇല്ലേ ഇലക്ട്രിക് ഉപകരണങ്ങൾ എത്ര മുന്തിയ ഇനമാണെങ്കിലും യാതൊരു ഫലവുമില്ല. എന്ന പോലെ മനുഷ്യ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ മനസ്സമാധാനമാകുന്ന ജനറേറ്റർ അല്ലെങ്കിൽ മനസ്സമാധാനമാകുന്ന ട്രാൻസ്ഫോമർ വേണം. മനസ്സമാധാനമില്ലേ ശാരീരിക ആരോഗ്യമില്ല, മനസ്സമാധാനമില്ലേ സൗന്ദര്യം പെട്ടെന്ന് നഷ്ടപ്പെടും, മനസ്സമാധാനമില്ലേ സാമ്പത്തികമായി തളരും, മനസ്സമാധാനമില്ലേ പരീക്ഷാ വിജയം അസാധ്യം, മനസ്സമാധാനമില്ലേ എല്ലാം നഷ്ടം. മനസ്സമാധാനമാവട്ടെ അത് ഒരിക്കലും ഒരു സാങ്കേതിക വിദ്യ കൊണ്ടും ഒരു സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും നൽകാൻ സാധ്യമല്ല. ഉറക്ക് ഗുളികകൾ യഥേഷ്ടം ലഭിക്കും. ബെഡുകൾ ബുദ്ധിയ ഇനങ്ങൾ സുലഭമായി ലഭിക്കും. ലക്ഷറി ലൈഫുകൾ, ലക്ഷറി റൂമുകൾ വാടകയ്ക്ക് ലഭിക്കും. 5 സ്റ്റാർ ഹോട്ടലുകളിലും 7 സ്റ്റാർ ഹോട്ടലുകളും വാടകയ്ക്ക് റൂം എടുക്കാൻ പറ്റും. പക്ഷേ സ്വസ്ഥമായി ഉറക്കാൻ കഴിയുകയില്ല. ഉറക്ക് ഗുളിക കൊണ്ടുള്ള ഉറക്കല്ല, അത് മയക്കമാണ്. ഉറക്കും മയക്കും തമ്മിൽ വലിയ അന്തരമുണ്ട്. ദീർഘകാലം യാത്ര ചെയ്ത് ക്ഷീണിച്ചു തളർന്ന അവശരായവൻ 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ അല്പസമയം വിശ്രമിച്ച ഉറങ്ങിയ അവന്റെ ക്ഷീണങ്ങളെല്ലാം തീർന്നു. ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേൽക്കാൻ ഒരു പുനർജന്മം ലഭിച്ച പ്രതീതി, ഉന്മേഷവാനായി ആവേശഭരിതനായി അവനിക്കിനി ബഹുമാനിച്ച ജോലിയും ചെയ്യാം, ഒരസ്വസ്ഥതയുമില്ല. അതേ സ്ഥാനത്ത് ഉറക്കു ഗുളിക കുടിച്ചുറങ്ങുന്നവൻ അതിന്റെ ഡോസ് കഴിയുന്നത് വരെ
എഴുന്നേൽക്കാൻ കഴിയില്ല. എഴുന്നേറ്റാൽ തന്നെ അത് ശാരീരികമായി മാനസികമായി തളർന്നുള്ള എഴുന്നേറ്റമാണ്. അതവന്റെ ഹാർട്ടിനും കിഡ്നിക്കും ശരീരത്തിലെല്ലാ പാർട്ടിനും ദോഷവശങ്ങൾ വരുത്തി വെക്കും. ഇവിടെ ഒരിക്കലും ഉറക്ക് ഗുളിക എന്ന് പറയുന്നത് ശരിയല്ല, മയക്ക് ഗുളിക. അപ്പോൾ ഉറക്ക് 5 സ്റ്റാർ ഹോട്ടൽ കൊണ്ടോ 7 സ്റ്റാർ ഹോട്ടൽ കൊണ്ടോ ബെഡ് കൊണ്ടോ കിട്ടുന്നതല്ല, അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു നല്ല ഉറക്ക് നൽകാൻ, നല്ല മനസ്സമാധാനം ലഭിക്കാൻ, എല്ലാ ആഗ്രഹവും ലഭിക്കാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനോട് കാര്യങ്ങൾ എല്ലാം എണ്ണി പറയുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ നാമങ്ങൾ ദിക്റുകൾ പറയുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എങ്കിൽ തീർച്ചയായും അവർക്ക് മനസ്സമാധാനം ലഭിക്കുക തന്നെ ചെയ്യും. ലോകത്ത് ആത്മീയവേദികൾ സംബന്ധിക്കുന്നവരാരുണ്ടോ അവരാരും ആത്മഹത്യ ചെയ്യുന്നത് കേൾക്കാറില്ല. മലപ്പുറം മെൽമുറി സ്വലാത്തു നഗറിൽ 28 വർഷം മുമ്പ് വളരെ ലളിതമായി തുടങ്ങിയ സ്വലാത്തു മജ്‌ലിസ് ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ആശ്വാസം നൽകാൻ, മനസ്സമാധാനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ എന്നോട് നേരിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിമിത്തം കുടുംബസമേതം ആത്മഹത്യ ചെയ്യുക എന്ന തീരുമാനത്തോടെ മുരുടൻ വാങ്ങി ഈ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും സ്വലാത്ത് ദിവസത്തിൽ കുറെ ട്യൂബും വെളിച്ചവും കണ്ടു, വലിയ ജനക്കൂട്ടം കണ്ടു. എന്താണ് ഈ ജനക്കൂട്ടം എന്ന് കരുതി മലപ്പുറത്തേക്കെടുത്ത ടിക്കറ്റ് സ്വലാത്തു നഗറിൽ ഇറങ്ങി. അദ്ദേഹം അന്നത്തെ ദിക്റിൽ കൂടി ദുആയിൽ സംബന്ധിച്ചു, ദുആക്ക് ആമീൻ പറഞ്ഞു. അവന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നൊരു പ്രതീതി, എന്റെ അസ്വസ്ഥതകൾക്കെല്ലാം ഒരു പരിഹാരമുണ്ട്, അതെല്ലാം ഇറക്കി വെക്കാൻ അല്ലാഹുവിന് കഴിയും. അതോടുകൂടെ അവൻ വാങ്ങിയ ആ കീടനാശിനി നശിപ്പിക്കുകയും പിന്നീട് മരണം വരെയും ഒരൊറ്റ സ്വലാത്ത് ഒഴിവാകാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു സ്വലാത്ത് ദിവസം സ്വലാത്തിന്റെ സമയത്താണ്. സ്വലാത്തു നഗർ കുടുംബിനികളാണ് ഈ സ്വഭാവം കൂടുതലും കാണുന്നു എന്ന കാരണം കൊണ്ട് തന്നെ വിവിധ രൂപത്തിൽ സ്ത്രീകൾക്ക് ബോധവൽക്കരണം നൽകുന്നു. വെക്കേഷൻ ടൈമുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടുകൂടെ തന്നെ തയ്യാർ വോയിസ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൈക്കാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും കൗൺസിലേഴ്സിനെയും വെച്ച് സർവോപരി തസവൂഫ് ക്ലാസ് എടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രത്യേക കോഴ്സ് കയ്യാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മഅദിൻ അക്കാദമി ഒന്നിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ ശനിയാഴ്ചകളിലും നൂറുകണക്കിന് സ്ത്രീകൾ പ്രത്യേക വെക്കേഷൻ ടൈമുകൾ, ക്രിസ്തുമസ്, ഓണം, അതുപോലെ വെക്കേഷൻ ടൈമുകൾ, റമദാൻ 1 തൊട്ട് ആദ്യത്തെ 10-ലും നടുവിലെ 10-ലുമൊക്കെ ആയിരങ്ങൾ, 5000, 6000, 7000 സ്ത്രീകൾ സംബന്ധിക്കുന്ന പഠനവേദികൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷക്കാലങ്ങൾക്കിടയിൽ
ഈ കാസുകൾ വന്ന ഒരൊറ്റ പെണ്ണും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് സസന്തോഷം എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. ഇതിന് ഏറ്റവും നല്ല പരിഹാര മാർഗങ്ങൾ സ്ത്രീകൾക്ക് ബോധവൽക്കരണമാണ്. സ്ത്രീകൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കലാണ്. അവർക്ക് ജീവിത ലക്ഷ്യം ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. ഈ സംരംഭത്തോട് മുഅല്ലിമുകൾ അവർക്ക് ഓരോ മഹല്ലത്തുകളിലും അവരവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും കുടുംബങ്ങളിലും കുടുംബസഭകൾ നടത്തി, കുടുംബ മീറ്റിങ്ങുകൾ നടത്തി അതിന്റെ ഗൗരവങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു നിരുത്സാഹപ്പെടുത്താൻ, ആ പ്രവണതയിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ രംഗത്ത് ചുണ്ടി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂം ചെയ്യുന്ന സേവനം വളരെ സ്തുത്യാർഹമാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും പ്രശ്നങ്ങൾ നൽകുന്നത് റബ്ബാണെന്നും ആ റബ്ബിന്റെ അല്ലാഹുവിൽ അനുസരിക്കല് ഈമാൻ കാര്യങ്ങളിൽ അതിപ്രധാനമാണെന്നും അല്ലാഹുവിന് അനുസരിക്കാതിരുന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ബോധം ജനങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കുക, അള്ളാഹുവിന്റെ അധിഷ്ഠിതമായി ജീവിക്കുക. അല്ലാഹു തആല എല്ലാ നന്മകളും അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർക്ക് ആ മൈക്ക് പോയിട്ടുണ്ടേ, മൈക്ക് ഇട്ടതാണ്. നല്ല സന്തോഷായി. മൈക്ക് വിട്ടതാണെങ്കിൽ മൈക്ക് വിട്ടതാണ്. ഓക്കെ, ഞാൻ വേറാരെങ്കിലും ഓക്കെ മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് വിട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അബു ഫൈസ് ഉസ്താദ് ഉണ്ട്, അബു ഫൈസും അതുപോലെ തന്നെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് മൈക്കിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബു ഫൈസ് ഉസ്താദ് ഉണ്ടല്ലോ അവിടെ. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു.